നമുക്ക് ഇന്ന് we have to see DFD പ്രോസസ്സിംഗ് ആൻഡ് ഈവന്റ് മോഡൽ. ഈവന്റ് മോഡല് ദ ഡൈനാമിക് മോഡൽ എന്നാണ് പറയുന്നത്. ഡൈനാമിക് മോഡൽ മീൻസ് അതായത് അത് ഈവന്റ് പാസിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. ഈവന്റ് പാസിംഗ് എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടനെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടൺ വിൽ സെൻഡ് എ മെസ്സേജ്. അപ്പം ബട്ടൺ എന്ന് പറയുന്നതില് ആ ബട്ടനെ പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈവന്റ് എന്ന് പറയുന്നത്. ബട്ടനെ പ്രസ് ചെയ്യുന്നതിന് നമ്മൾ ഈവന്റ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നമുക്ക് ജാവയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഈവന്റ് ഉണ്ട്, ആക്ഷൻ ഈവന്റ്. ഈ ആക്ഷൻ ഈവന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബട്ടണാണ്. ജാവയെ സംബന്ധിച്ച് ഒരു ഈവന്റ് ഉണ്ട്, ആക്ഷൻ ഈവന്റ്. ഈ ആക്ഷൻ ഈവന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബട്ടൺ. അതുപോലെ തന്നെ മൗസ്, നമ്മളിപ്പം മൗസ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൗസിനോട് ചേർന്ന് മൗസ് ഒരു ഈവന്റ്. അപ്പം ഈ ഈവന്റ്സ് വി ആർ ഗെറ്റിംഗ് ഫ്രോം കറസ്പോണ്ടിങ് ഇന്റർഫേസ്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് നോക്കുന്ന ഈവന്റ് മോഡലാണ്. ഈവന്റ് മോഡൽ എന്ന് പറഞ്ഞാല് ഇൻ ഇറ്റ്സ് ബേസിക് പുഷിംഗ് എ ബട്ടൺ ആൻഡ് ഡിസ്പ്ലേയിങ് എ മെസ്സേജ് ആലോചിക്കുക. ഒരു ആപ്ലെറ്റ് നിങ്ങൾ എടുത്തു വെച്ചു, ആപ്ലെറ്റിൽ ദർ ഇസ് എ ബട്ടൺ ആൻഡ് ദർ ഇസ് എ ടെക്സ്റ്റ്. Suppose you are going to press a button, then a message will be displayed in text. Appo pushing that button എന്ന് പറയുന്നത് ആക്ച്വലി ഈവന്റ്. അപ്പൊ ഇത് ബട്ടൺ പുഷ് ചെയ്തു എന്നുള്ളത് ആപ്ലെറ്റിന് സെൻഡ് ചെയ്യും. അതായത് ആക്ഷൻ ഈവന്റ് ഇ ആണെങ്കിൽ നമ്മൾ ആ കോഡ് എഴുതി കൊടുക്കുന്നത് ഈ ഈവന്റിന്റെ സോഴ്സ് ആയിട്ട് വരുന്നത് ബട്ടണായി. ആക്ഷൻ ഈവന്റിന്റെ സോഴ്സ് ആയിട്ട് വരുന്നത് ബട്ടണായി. ഇപ്പൊ ഒരു ബട്ടണെ പ്രസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ കമാൻഡ് എഴുതി കൊടുക്കുന്നു, ഇഫ് ഇ ഡോട്ട് ഗെറ്റ് സോഴ്സ് ഡബിൾ ഈക്വൽസ് ബി, ബി ഈസ് ഈക്വൽ ടു ബട്ടൺ. ആക്ഷൻ ഈവന്റ് ഇ എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ രീതിക്ക് ആക്ഷൻ ഈവന്റ് ഈസ് ഈവന്റ് ക്ലാസ്. ആക്ഷൻ ഈവന്റ് ഇ ഏത് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ഉള്ളതുപോലെ വി ആർ ഗോയിങ് ടു ഗിവ് ആൻ ഒബ്ജക്റ്റ് ആക്ഷൻ ഈവന്റ് ഇ. അപ്പം ആക്ഷൻ ഈവന്റ് ഇ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ആക്ഷൻ ഈവന്റ് ഇയെ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു കൺട്രോളാണ് ബട്ടൺ. എന്നിട്ട് നമ്മൾ കോഡ് എഴുതാണ്, ഇഫ് ഇ ഡോട്ട് ഈവൻ ഡബിൾ ഈക്വൽസ് ബി, ബി ആണെന്നുണ്ടെങ്കിൽ ഇ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് വെൽക്കം ടു ജാവ. ഇഫ് ഇ ഡോട്ട് ഗെറ്റ് സോഴ്സ്, അതായത് ആക്ഷൻ ഈവന്റ് ഇ നമ്മൾ പറയുന്നു, കോഡ് ഞാൻ കാണിച്ച കോഡൊന്നുകൂടെ കാണിക്കാം. ആക്ഷൻ ഈവന്റ് ഇ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, ദെൻ ഇഫ് യു ആർ ഗോയിങ് ടു ഗിവ് ഇഫ് ഇ ഡോട്ട് ഗെറ്റ് സോഴ്സ്, അപ്പൊ ഉറപ്പായിട്ടും ആക്ഷൻ ഈവന്റ് ഇ ആണെങ്കിൽ ഇ ഡോട്ട് ഗെറ്റ് സോഴ്സ് ആയിട്ട് നമുക്ക് ബട്ടണെ പറയാം. ബട്ടൺ മാത്രമല്ല വേറെ കൺട്രോളും ഉണ്ട്. ഇഫ് ഇ ഡോട്ട് ഗെറ്റ് സോഴ്സ് ഡബിൾ ഈക്വൽസ് ബട്ടൺ ബി, ബട്ടൺ ബി നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ബി എന്ന് ഡിക്ലെയർ ചെയ്താൽ നമ്മൾ താഴെ പറയുന്നു, ഇ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് വെൽക്കം ടു ജാവ. ഇനി ഒന്നുകൂടെ പറയാം, ഇതാണ് അതിന്റെ കോറായിട്ടുള്ള ഐഡിയ. ഒരു ബട്ടണെ പുഷ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഈവന്റ്. ഇങ്ങനെ ബട്ടണെ പുഷ് ചെയ്യുന്ന ഉടനെ തന്നെ ഇതൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ എഴുതി കൊടുക്കും. അപ്പൊ ബട്ടണെ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഇതാണ്, ആപ്ലെറ്റിൽ ദർ ഇസ് എ ബട്ടൺ, ദർ ഇസ് എ ടെക്സ്റ്റ്. നമ്മളൊരു വെറുതെ ഒരു കണ്ടെയ്നറെ വിചാരിക്കുക, ആപ്ലെറ്റ്, ദർ ഇസ് എ ബട്ടൺ, ദർ ഇസ് എ ടെക്സ്റ്റ്. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ബട്ടണെ പ്രസ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഫീൽഡിൽ വെൽക്കം ടു ജാവ എന്നോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗുഡ് മോർണിംഗ് എന്നോ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കും. മെസ്സേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം എഴുതി ബട്ടണും ഒക്കെ ഡിക്ലെയർ ചെയ്യും. അപ്പം ബട്ടണും എവരിതിങ് ഈസ് ക്ലാസ് ഇൻ ജാവ ഓർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം, എല്ലാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആണ്. അപ്പം ബട്ടൺ ബി എന്ന് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ബി എന്ന് പറഞ്ഞൊരു ക്ലാസ്. പിന്നെ ഞാൻ പറഞ്ഞു ആക്ഷൻ ഈവന്റ് എന്ന് പറയുന്ന ഒരു ഈവന്റ്, ആ ഈവന്റ് ബട്ടണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ബട്ടണ് മാത്രമല്ല പല ഇപ്പൊ ലിസ്റ്റിനും ഒക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ബട്ടണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബട്ടൺ ഒരു ആപ്ലെറ്റിൽ എടുത്തു വെച്ചു, ടെക്സ്റ്റ് ഫീൽഡും ആപ്ലെറ്റിൽ എടുത്തു വെച്ചു.
ബട്ടണും ടെക്സ്റ്റ് ഫീൽഡും ആപ്ലെറ്റിൽ എടുത്തു വെച്ചിരിക്കുന്ന ഏത് പാക്കേജ് യൂസ് ചെയ്തിട്ടാണ്? വി ആർ ഗോയിങ് ടു യൂസ്, ഇന്നലെ പറഞ്ഞാണ്, AWT, അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ. അപ്പൊ ഇമ്പോർട്ട് അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ ഇസ് എ പാക്കേജ്. ഈ ഇമ്പോർട്ട് അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് എന്ന് നമ്മൾ ആദ്യം പ്രോഗ്രാമിന്റെ മുമ്പ് എഴുതി കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബട്ടൺ ആകട്ടെ, നമുക്ക് ലിസ്റ്റ് ആകട്ടെ, ചെക്ക് ബോക്സ് ആകട്ടെ, എന്ത് വേണേ എടുത്തു വെക്കാം. അപ്പൊ AWT ഇൻപുട്ട് ചെയ്തിട്ട് നമ്മൾ ആപ്ലെറ്റിലേക്ക് എന്തെടുത്ത് വെച്ചു? ബട്ടൺ എടുത്തു വെച്ചു, ടെക്സ്റ്റ് ഫീൽഡ്, ടെക്സ്റ്റ് ഫീൽഡും എടുത്തു വെച്ചു, ബട്ടണും എടുത്തു വെച്ചു, ബട്ടൺ B എടുത്തു വെച്ചു, ടെക്സ്റ്റ് ഫീൽഡ് T എടുത്തു വെച്ചു. ഇതുകൂടാതെ നമുക്ക് കണ്ടെയ്നറായി ഒരു കണ്ടെയ്നർ, ഇപ്പൊ നമ്മുടെ ഒരു സ്ക്രീൻ പോലെ ഒരു കണ്ടെയ്നറാണ് ആപ്ലെറ്റ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, ദാറ്റ് ഈസ് അഗൈൻ എ പാക്കേജ്, ആപ്ലെറ്റ് പാക്കേജ്. അപ്പം ആപ്ലെറ്റ് പാക്കേജ് എന്ന് പറഞ്ഞൊരു ആപ്ലെറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിൽ അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ആപ്ലെറ്റ് ഉണ്ട്. എന്നിട്ട് പിന്നെ ഇമ്പോർട്ട് java.awt.star എന്ന് പറയുമ്പോൾ ബട്ടണോ ചെക്ക് ബോക്സോ ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യാം. നമ്മളൊരു ബട്ടണും ടെക്സ്റ്റ് ഫീൽഡും ഡിക്ലെയർ ചെയ്യും. അപ്പം ആപ്ലെറ്റിലേക്ക് ബട്ടൺ എടുത്തു വെച്ചു, ടെക്സ്റ്റ് ഫീൽഡും എടുത്തു വെച്ചു. ഇനി വേണ്ടത് ബട്ടണെ പ്രസ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഫീൽഡിൽ വെൽക്കം ടു ജാവ എന്നാണ്. അപ്പോൾ ബട്ടൺ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഈവന്റ് ആണ് ആക്ഷൻ ഈവന്റ്. ആക്ഷൻ ഈവന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബട്ടൺ. ഈ ആക്ഷൻ ഈവന്റിനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ബട്ടൺ ഈ ആക്ഷൻ ഈവന്റിനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ടെക്സ്റ്റ് ഫീൽഡിൽ വെൽക്കം ടു ജാവ എന്ന് കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രോഗ്രാമില് ഈ ഇങ്ങനെ ഒരു കമാൻഡ് വെച്ചാൽ സിംപ്ലി മീൻസ് നമ്മുടെ ആക്ഷൻ ഈവന്റ് ഇപ്പൊ ഇതിനകം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ആക്ഷൻ ഈവന്റ് ഇതിനകം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആപ്ലെറ്റ് ഉണ്ട്, ബട്ടൺ ഉണ്ട്, ആക്ഷൻ ഈവന്റ് ഉണ്ട്. ഈ ആക്ഷൻ ഈവന്റ് ആക്ഷൻ ഈവന്റ് ഉണ്ട്. പിന്നെ ഇതെല്ലാം വർക്ക് ചെയ്യാൻ പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആക്ഷൻ പെർഫോം. ഈ ആക്ഷൻ പെർഫോംഡ് വരുന്നത് കമ്മിങ് ഫ്രം ആൻ ഇന്റർഫേസ്, ആക്ഷൻ ലിസണർ. ആക്ഷൻ ലിസണറിൽ നിന്ന് വരുന്ന ഒരു മെത്തേഡാണ് ആക്ഷൻ പെർഫോംഡ്. ഈ ആക്ഷൻ പെർഫോംഡിൽ നമുക്ക് ആക്ഷൻ ഈവന്റിനെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആക്ഷൻ ഈവന്റ് ആണ്. പ്രൊഡ്യൂസ് ചെയ്ത ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ AWT വരെ നമ്മൾ കൊണ്ടുവന്നു. ആപ്ലെറ്റ് എന്ന് പറയുന്ന കണ്ടെയ്നറിനെ ആപ്ലെറ്റ് കൊണ്ടുവന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ ഇമ്പോർട്ട് java.applet.star എന്ന് പറഞ്ഞതോടുകൂടി നമ്മുടെ ക്ലാസ്സിൽ ഒരു ആപ്ലെറ്റ് കണ്ടെയ്നർ. പിന്നെ ഇമ്പോർട്ട് java.awt.star എന്ന് പറഞ്ഞപ്പോഴത്തേന് നമുക്ക് ടൂൾ കിറ്റായി. ഈ ടൂൾ കിറ്റിൽ ബട്ടൺ ഉണ്ട്, ചെക്ക് ബോക്സ് ഉണ്ട്, ഇതെല്ലാം. അതും കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന പേര് ദാറ്റ് ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസണർ. ഉറപ്പായിട്ട് ഇംപ്ലിമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആക്ഷൻ ലിസണർ ഈസ് ആൻ ഇന്റർഫേസ്. ആക്ഷൻ ലിസണർ ഈസ് ആൻ ഇന്റർഫേസ്. അപ്പം ആക്ഷൻ പെർഫോംഡ് ഉണ്ട്, ആക്ഷൻ ലിസണർ എന്ന് പറയുന്നത് ഇന്റർഫേസ്. ഈ ആക്ഷൻ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസിലുള്ള ഒരു മെത്തേഡാണ് ആക്ഷൻ പെർഫോം. അപ്പം ആ ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്നത് ഒരു ഡിക്ലറേഷൻ മാത്രമേ, ഫുള്ളി ഡിക്ലറേഷൻ. അതായത് ഇന്റർഫേസിലെ മെത്തേഡ്സിന് ഡിക്ലറേഷൻ. അപ്പൊ ആക്ഷൻ പെർഫോംഡ് ഈസ് എ മെത്തേഡ് ഓഫ് ആക്ഷൻ ലിസണർ. ആക്ഷൻ ലിസണർ ഈസ് ആൻ ഇന്റർഫേസ്. അപ്പം ആക്ഷൻ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസിന്റെ ഒരു മെത്തേഡാണ് ആക്ഷൻ പെർഫോംഡ്.
So that method is fully declared in action performance. We have to redefine it in our class. ഒന്നുകൂടെ പറയാം. നമ്മള് ഈവൻ പാസിംഗ് ആണ് നമ്മുടെ ഇതിലെ ഇനി അങ്ങോട്ട് വരുന്ന ചാപ്റ്റേഴ്സിന്റെ ഒക്കെ പുറമെ അതിന്റെ ഐഡിയ അറിയാതെ പറ്റിയല്ല. നമുക്ക് ഇപ്പം ഒരു വേണ്ടത് ഒരു ആപ്ലെറ്റിൽ ഒരു ബട്ടൺ, ഒരു ടെക്സ്റ്റ്. ബട്ടണെ പ്രസ് ചെയ്യുന്നോടനെ ടെക്സ്റ്റ് ഫീൽഡിൽ വെൽക്കം ടു ജാവ എന്ന് പറയാം. അപ്പൊ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ അപ്പൊ എന്തൊക്കെ വേണം? ആപ്ലെറ്റ് വേണം, ബട്ടൺ വേണം, ടെക്സ്റ്റ് ഫീൽഡ് വേണം, പിന്നെ ഇത് ആക്ഷൻ ഈവന്റ് എന്ന് പറയുന്ന ഈവന്റ് വേണം, ആക്ഷൻ ഈവന്റ് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് ആക്ഷൻ പെർഫോംഡ് വേണം. അപ്പൊ ആക്ഷൻ പെർഫോംഡ് വേണമെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ആക്ഷൻ ലിസണർ ഇന്റർഫേസ് വേണം. ഇത്രയും കാര്യങ്ങൾ ഒരു പ്രോഗ്രാം നിങ്ങൾ കാണുന്നുണ്ട് പറയുകയാണ്, യു ഹാവ് ടു മേക്ക് ആൻ ആപ്ലെറ്റ് where a button and text field are added, and when you press a button, make the message welcome to Java. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആലോചിക്കും, there is a button, there is a text, there is an event that generates an action by pushing the button. പിന്നെ അങ്ങനെ pushing the button നടക്കുമ്പോൾ there must be a message welcome to Java. അപ്പൊ നമുക്ക് വേണ്ടത് ഇപ്പം ബട്ടണും ഈ ചെക്ക് ബോക്സ് ആപ്ലെറ്റിന് വേണ്ടി ആപ്ലെറ്റിന്റെ പാക്കേജ് എടുത്തു വെച്ചു, ബട്ടണും ടെക്സ്റ്റ് ഫീൽഡിനും വേണ്ടിയിട്ട് നമ്മൾ AWTയുടെ എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഈവന്റ് ജനറേറ്റ് ചെയ്യും. അപ്പം ബട്ടണിന്റെ ഈവന്റ് ആണ് ആക്ഷൻ. അപ്പം ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്നതിനകത്തെ ആക്ഷൻ വർക്ക് ചെയ്യും. ആക്ഷൻ പെർഫോംഡ് ആക്ഷൻ ലിസണർ, ആക്ഷൻ ലിസണറും എടുത്തു, അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് ആക്ഷൻ പെർഫോംഡും കൊടുത്തു. എന്നിട്ട് അതിനകത്ത് നമ്മൾ പറയാണ് ഇഫ് ഇ ഡോട്ട് ഗെറ്റ് സോഴ്സ് ഡബിൾ ഈക്വൽസ് ബി. ബി എന്ന് പറയുന്ന ബട്ടണാണ്. അതായത് ഈ ഈവന്റിനെ പ്രൊഡ്യൂസ് ചെയ്ത് സപ്പോസ് ബി എന്ന് പറയുന്ന ബട്ടൺ ആണെങ്കിൽ എന്ത് ചെയ്യണം? ടി ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് വെൽക്കം ടു ജാവ. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ കുറെ ബട്ടൺസ് കാണും. ഈ ബട്ടൺസിനൊക്കെ നമ്മൾ പേര് കൊടുത്തിരിക്കും. B1, B2, B3 എന്നൊക്കെ ഉണ്ട്. ഇഫ് ഇ ഡോട്ട് ഗെറ്റ് സോഴ്സ് ഡബിൾ ഈക്വൽസ് ബി ബട്ടൺ then d dot set text welcome to Java. അപ്പം ഇതാണ് ജാവയുടെ ഈവൻ പാസിംഗ് മെക്കാനിസം. ജാവയുടെ നിന്നല്ല, എല്ലാ GUI ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസിന്റെ എല്ലാ GUI പ്ലാറ്റ്ഫോംസിന്റെയും, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് പ്ലാറ്റ്ഫോംസിന്റെയും ഈ പറഞ്ഞ പോലെ പിന്നെ ഈവൻ മെക്കാനിസം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഫസ്റ്റ് യു ഡിഫൈൻ എ കണ്ടെയ്നർ. നമ്മുടെ കേസിൽ അത് ആപ്ലെറ്റ്. സോ യു ആർ ഗോയിങ് ടു ഇമ്പോർട്ട് java.applet.stack. Now you need a button and a text. Again you are going to import java.awt.stack ബട്ടൺ. അപ്പൊ ഈ ബട്ടണും ഇതൊക്കെ വെക്കാം. ഇനി ഈ ബട്ടൺ ഒക്കെ വെച്ചാൽ മാത്രം പോരാ, ഈ ബട്ടൺ ഒക്കെ ഈവന്റ് ലിസൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ java.awt.even.stack ഉറപ്പായിട്ടും ഈ മൂന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ പാക്കേജസ്, ഈ പാക്കേജസിനെ ഇമ്പോർട്ട് ചെയ്ത് ഈ പാക്കേജസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇഫ് ഇ ഡോട്ട് ഗെറ്റ് സോഴ്സ് ഡബിൾ ഈക്വൽസ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സിമ്പിൾ മീനിങ് ഇതാണ്, ആ ഒരു ഈവന്റ് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന സോഴ്സ് ബി ആണെങ്കിൽ ഈ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് വെൽക്കം ടു ജാവ. ഇനി സപ്പോസ് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ബട്ടൺ ഉണ്ട്. B1, B2, B3 ഇങ്ങനെ 3 ബട്ടൺ. B1 എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഫീൽഡിൽ വരേണ്ടത് C++. B2 എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഫീൽഡിൽ വരുന്നത് ജാവ. B3 എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഫീൽഡിൽ പൈത്തൺ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഫൈനൽ നമുക്ക് വേണ്ടത് ആപ്ലെറ്റ്. സോ ഫസ്റ്റ് യു ആർ ഗോയിങ് ടു ഇമ്പോർട്ട് java.applet.stack which is a package, കണ്ടെയ്നറായ ആപ്ലെറ്റ്. പിന്നെ അടുത്ത് വേണ്ടത് 3 ബട്ടണും ടെക്സ്റ്റ് ഫീൽഡും. Again import java.awt.stack, another package.
ഇനി ഈ വെച്ചിരിക്കുന്ന ബട്ടണൊക്കെ ലിസണർ ഈ ഈവന്റിനെ ലിസൺ ചെയ്യാനുള്ള കഴിവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇമ്പോർട്ട് java.awt.event.start ഇത്രയും ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തു വെക്കാനുള്ളതായി. ഈ ടെക്സ്റ്റ് ഫീൽഡ് എടുത്തു വെക്കാം, ഇതുമെല്ലാം ചെയ്യും. ഇനി അത് മാത്രം പോരാ, ഈ ബട്ടനെ പ്രസ് ചെയ്യുമ്പോൾ ആക്ഷൻ നടക്കണമല്ലോ. അങ്ങനെ ആക്ഷൻ നടക്കാനുള്ള മെത്തേഡും അതിന്റെ ആർഗ്യുമെന്റായി ഇവന്റും നിൽക്കുന്ന ഇന്റർഫേസ് ആണ് ആക്ഷൻ ലിസ്റ്റ്. Interface is nothing but a collection of named methods. ആ മെത്തേഡ്സിനകത്ത് ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ, നോ ഡെഫിനിഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇന്റർഫേസ് ആയ ആക്ഷൻ ലിസണറിനെ നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുവരും. ഇന്റർഫേസിനെ നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുവരാനുള്ള കമാൻഡാണ് ഇംപ്ലിമെന്റ്സ് ആക്ഷൻ. അപ്പൊ അത് വെച്ച് നമ്മൾ ആക്ഷൻ ലിസണറിനെ ഇംപ്ലിമെന്റ് ചെയ്യും. Action. So you are going to implement the action listener. Action listener has got a method action perform. However, this action perform is a abstract method. It has no body in action perform. So we have to override that action perform in our class. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് കോഡ് എഴുതും. ആ കോഡ് എഴുതുമ്പോൾ നമുക്ക് വേണ്ടത് D1 എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഫീൽഡിൽ ഈ പ്ലസ് പ്ലസ് നമ്മൾ എന്ത് കമാൻഡ് കൊടുക്കും? ആക്ഷൻ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്തു, ആക്ഷൻ ഇവന്റ് കൊടുക്കും. താഴെ ഈ ഡോട്ട് ഗെറ്റ് സോഴ്സ് ഡബിൾ ഈക്വൽസ് E1. ടെക്സ്റ്റ് ഫീൽഡ് പലതുണ്ടെന്ന് വെച്ചു, അതിലൊന്ന് E1 അല്ലെ ഒറ്റ ടെക്സ്റ്റ് ഫീൽഡ് മതി. ഈ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ബ്രാക്കറ്റിലെ അടുത്തതില് പിന്നെ അടുത്തത് പറയാണ് ഈ ഫീൽഡ് ഡോട്ട് ഗെറ്റ് സോഴ്സ് ഡബിൾ ഈക്വൽസ് D2. ഈ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ജാവ. അതുപോലെ തന്നെ ഈ ഡോട്ട് ഗെറ്റ് സോഴ്സ് ഡബിൾ ഈക്വൽസ് D3. ഈ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് പൈ. അപ്പൊ ഇങ്ങനെ 3 വാല്യൂ ഈ ഈവന്റ് ജനറേറ്റ് ചെയ്യുന്നത് ഈവന്റ് ആക്ഷൻ. ഇതാണ് ഇവന്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ മൊത്തത്തിൽ ഇവന്റിന്റെ ഐഡിയ ഇതാണ്. ഇപ്പൊ ഈ ഇവന്റ് തന്നെ പല വിധത്തിൽ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മൗസ് ലിസണർ, ആക്ഷൻ ലിസണർ ഞാൻ പറഞ്ഞു എന്നുള്ളത്. അതുപോലെ തന്നെ കീ ലിസണർ. അങ്ങനെ ഒരുപാട് ലിസണേഴ്സും ഒരുപാട് മെത്തേഡ്സും ഒരുപാട് ഇവന്റ്സും. അതിന്റെ ബേസിക് ഇതാണ്. ഇത് ഡെലിഗേഷൻ എന്ന് പറയും. അതായത് ഒരു ഇതിലേക്ക് ഒരു ഒബ്ജക്റ്റിന് പവർ കൊടുക്കുക, നമ്മളത് ഇനീഷ്യേറ്റ് ചെയ്യാം, ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ നമ്മൾ കൊടുക്കുക. അപ്പം ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. നമുക്ക് ഇതിന്റെ ഈവന്റിന്റെ ഒരു ഇതും നോക്കാം. ഈവന്റിന്റെ അത് നോക്കുന്നതിന് മുമ്പ് ഈവന്റിന്റെ കുറെ മെത്തേഡ്സ് ഉണ്ട്, നമുക്ക് പ്രസന്റ്. അതായത് ഈവന്റ് എന്ന് പറയുമ്പോൾ റിസൾട്ട് ഓഫ് സം ട്രിഗർ. ബട്ടണെ സംബന്ധിച്ചിടത്തോളം അത് ബട്ടൺ ക്ലിക്ക്. എന്നാൽ ഇപ്പൊ മൗസ് എടുക്കാം, നമുക്കിങ്ങനെ മൗസ് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പിക്ചർ അതിനകത്ത് മൗസിനൊപ്പം മൂവ് ചെയ്യും. അപ്പൊ അവിടെ ബട്ടൺ ക്ലിക്ക് അല്ല, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മൗസ് മൂവ്. ഇതേപോലെ മൗസ് മൂവ്. അതുപോലെ തന്നെ കീ പ്രസ്ഡ്, കീയെ പ്രസ് ചെയ്യും. ഇത് ട്രിഗറാണ്, മനസ്സിലായി? ഈ ട്രിഗറാണ്. ഇത് ചെയ്തുണ്ടാകുന്ന ആക്ഷൻ ഒരു പർട്ടിക്കുലർ ടൈമിൽ. അതാണ് ഇപ്പൊ പറഞ്ഞത്. റിസൾട്ട് ഓഫ് സം ട്രിഗർ, ടൈം ഡിപ്പെൻഡന്റ് ബിഹേവിയർ ഓഫ് സിസ്റ്റം, ഈവൻ ക്യാൻ ബി സംതിങ് ഹാപ്പൻ അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഇതൊരു പർട്ടിക്കുലർ ടൈമിൽ ഇത് ഹാപ്പൻ ചെയ്യും.
ഡൈനാമിക് മോഡലാണ് ചേഞ്ചസ് ടൈം ഈവന്റ് റെപ്രസെന്റ് എക്സ്റ്റേണൽ സ്റ്റിമുലി. അതായത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് മൗസ് ക്ലിക്ക് ബട്ടൺ. എക്സ്റ്റേണൽ സ്റ്റിമുലി, എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങളൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും, ഒരു ബട്ടണെ പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മൗസ് മൂവ് ചെയ്യുമ്പോൾ മൗസിന്റെ ലെഫ്റ്റ് ക്ലിക്ക് ഉണ്ട്, റൈറ്റ് ക്ലിക്ക് ഉണ്ട്, മനസ്സിലായോ? അതുപോലെ കീ ലിസണർ, കീ അപ്പ് ഉണ്ട്, കീ ഡൗൺ ഉണ്ട്. ഇതെല്ലാം ഒരു പെർട്ടിക്കുലർ എക്സ്റ്റേണൽ സ്റ്റിമുലിയാണ്. അതാണ് എക്സ്റ്റേണൽ. ഇതെന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇനിയും മാറി മാറി വരും, ഡയഗ്രാം ഒക്കെ വരുമ്പോൾ. വാല്യൂ ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയും സിറ്റുവേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. രണ്ടും ശരിക്കും പറയാൻ ചെയ്യും. ഒരു ഒബ്ജക്റ്റിന്റെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ, അതായത് ഒരു ഒബ്ജക്റ്റിന്റെ ഒരു പർട്ടിക്കുലർ സമയത്തെ വാല്യൂ. ഒബ്ജക്റ്റിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഒറ്റ വാല്യൂ അല്ല. ഇപ്പൊ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ്, എസ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് സ്റ്റുഡന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് റോൾ നമ്പർ ഉണ്ട്, മാർക്കുണ്ട്, ഇതുപോലത്തെ പല ഐറ്റംസ് അതിനകത്ത് വരും. അപ്പൊ അതെല്ലാം ഒരു പർട്ടിക്കുലർ ടൈമിൽ അതിന് വരുന്ന സെയിം ചെയ്യുന്ന വാല്യൂ. ഈവന്റ് സ്റ്റേറ്റും കാണിക്കുന്നതാണ് സ്റ്റേറ്റ് ഡയഗ്രാം. പിന്നെ ആക്ഷൻ ഓറിയന്റഡ് റിസൾട്ട്, എക്സാമ്പിൾ മൗസ് ക്ലിക്ക്. അതായത് മൗസ് ക്ലിക്ക് ഇത് പിന്നെ ഒരു നമ്മുടെ നോർമൽ ലൈഫിലെ ഒരു കാര്യം പറയാം. നമുക്ക് ഇവിടെ വലിയ സാധ്യതയൊന്നുമില്ല, അപ്ലൈങ് ബ്രേക്ക് കണക്കാം. അതായത് മൗസ് ക്ലിക്ക് എന്ന് പറയുന്നത് ആക്ഷൻ ഓറിയന്റഡ് റിസൾട്ട്. ഒരു മൗസിനെ ഒരു നോ സ്പെസിഫിക് ടൈമിൽ അത് ചെയ്യാവുള്ളൂ എന്നൊന്നുമില്ല. ഒരു മൗസിനെ എത്ര നേരം വേണമെങ്കിലും ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അത്രയും സമയം മൗസ് ക്ലിക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോർഡിനേറ്റ്സ് പറഞ്ഞിട്ട് ആ കോർഡിനേറ്റ്സിന്റെ അവിടെ ഇത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ അത് അത്രയും സമയം ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് ഇവന്റെ ഒരു ഒക്കറൻസ്. ടു ഈവൻസ് ക്യാൻ ടേക്ക് പ്ലേസ് അറ്റ് സെയിം ടൈം. ഒന്നുകിൽ ഈ രണ്ടെണ്ണത്തിന് ഈവൻസിനെ സെയിം ടൈമിൽ വർക്ക് ചെയ്യും, ഓർ വൺ ആഫ്റ്റർ ആണ്. ഒന്ന് ചെയ്തിട്ട് മറ്റൊന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിച്ച് ചെയ്യാം. ഈ ഒന്നിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ശരിക്കും മൾട്ടി ത്രെഡിങ് അല്ലെങ്കിൽ മൾട്ടി പ്രോസസ്. അറ്റ് എ ടൈമിൽ മോർ ദാൻ വൺ ഇവന്റ് ഹാപ്പൻസ്. അതായത് അൺറിലേറ്റഡ് ഈവൻസ് that occur to simultaneously ആണ് അതിനെ കൺകറന്റ് ഈവൻസ്. ഒരു an object sending event to another object may expect a reply. Reply will be a separate event. അതായത് ഒരു ഒബ്ജക്റ്റ് ഇപ്പൊ ഈ നമ്മുടെ കേസിൽ ഇതാണ്, നമ്മുടെ സാധാരണ കേസിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്യും. ബട്ടൺ പ്രസ് ചെയ്യുന്ന ഉടനെ തന്നെ അതൊരു മെസ്സേജ് അയക്കും, ടെക്സ്റ്റ് ഫീൽഡ്. ഇത് മെസ്സേജ് അയക്കുന്നത് ടെക്സ്റ്റ് ഫീൽഡിന് അത് അയക്കാൻ പോകുന്ന മെസ്സേജ് എന്താണ് ഡു ദിസ്, ദാറ്റ് ഈസ് ടെക്സ്റ്റ് ഫീൽഡിനകത്ത് വെൽക്കം ടു ജാവ എന്ന് മെസ്സേജ് കൊടുക്കാൻ. അത് ആക്ഷൻ പെർഫോം ചെയ്ത് നമ്മൾ എഴുതി കൊടുക്കും. നമ്മൾ എഴുതി കൊടുക്കുന്ന ആ കമാൻഡ് ചെയ്യാനായിട്ട് ബട്ടൺ ടെക്സ്റ്റ് ഫീൽഡിനോട്, അതാണ് പറയുന്നത്. അപ്പൊ ടെക്സ്റ്റ് ഫീൽഡിനോട് പറഞ്ഞു കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ നാനോ സെക്കൻഡ്സിനുള്ളിൽ ഇത് അവിടെ ഡിസ്പ്ലേ ആണ്. അപ്പൊ ഇത് സെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ റിപ്ലൈ ഇത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് സെൻഡ് ചെയ്യുന്നത്. റിപ്ലൈ അപ്പം സെൻഡ് ചെയ്യുന്ന മെസ്സേജും റിപ്ലൈ ചെയ്യുന്ന മെസ്സേജും കൺകറന്റ് ഈവൻസ് അല്ല, സെപ്പറേറ്റ്. ത്രെഡ് വരുമ്പോഴാണ് കൺകറന്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈവൻ ക്ലാസ്. ഈവൻ ക്ലാസ് ആണ്. ഈവൻ ക്ലാസ് event is a unique occurrence. Class is a name to indicate form structure and they may have attribute. അതായത് ഇപ്പൊ പറഞ്ഞ ഈ സാധനം ആക്ഷൻ ഈവന്റ്. ഈ ആക്ഷൻ ഈവന്റ് ആണ് ഈവന്റ് ക്ലാസ്. ഉറപ്പായിട്ടും if action event is an event class, there must be an object for this event class. അപ്പൊ നമുക്ക് വേണ്ടത് this is an object of event class. There will be an object for action event.
ഈ ഈവന്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞത് ഈ പി ഡോട്ട് ഗെറ്റ് സോഴ്സ്. അപ്പം ഈവൻ ക്ലാസ് ഇല്ലാതെ ഈവൻ ക്ലാസ് ഇഷ്ടം പോലെ ആക്ഷൻ ഈവന്റ് ഉണ്ട്, ദർ ഇസ് മൗസ് ഈവന്റ് ഉണ്ട്, അതുപോലെ തന്നെ കീ ഈവന്റ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഈവന്റ് ഉണ്ട്, ഐറ്റം ഈവന്റ് ഉണ്ട്, മനസ്സിലായി? അങ്ങനെ ഒരുപാട് ഈവന്റ്സ്. ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട് ഈവന്റിന്. ഈവന്റ് ഡേറ്റ ഓർ സിഗ്നല്, അതുപോലെ തന്നെ അതിന് ആട്രിബ്യൂട്ട് ഉണ്ട്, അതായത് സീക്വൻസ് ഓഫ് ഈവന്റ്സ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് വൺ പർട്ടിക്കുലർ എക്സിക്യൂഷൻ ഓഫ് എ സിസ്റ്റം. ഒരു പർട്ടിക്കുലർ എക്സിക്യൂഷൻ നടക്കുമ്പോൾ ഒരു ഈവന്റ്സിന്റെ സീക്വൻസ് ഉണ്ട്. ഇതാണ് സിനാറിയോ. പർട്ടിക്കുലർ സീക്വൻസ് ഓഫ് ഈവന്റ്സ് ഉണ്ടാവും. ഈ സീക്വൻസ് ഓഫ് ഈവന്റ്സ് മേ ഇൻക്ലൂഡ് ഓൾ ഈവന്റ്സ് ഓർ സം അതാണ്. ഒരു പർട്ടിക്കുലർ സമയത്ത് എല്ലാ ഈവന്റ്സും വേണമെങ്കിൽ ഹാപ്പൻ, ഓർ എ പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഈവന്റ്സ് മേ ഹാപ്പൻ. അപ്പൊ അതാണ് ഈ പറയുന്നത്. ഒന്നുകിൽ ഒരു 100 ഈവന്റ് ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസ് നമ്മൾ സിസ്റ്റത്തിനുണ്ടെന്ന് വെച്ചു, ഒരു 10 ഈവന്റ് ചാൻസ് അത് അല്ലെങ്കിൽ വേണമെങ്കിൽ എല്ലാ ഈവന്റ്സും അവിടെ വർക്ക് ചെയ്യും. ഒബ്ജക്റ്റിന്റെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലെ ഒബ്ജക്റ്റ് എന്നുള്ളതേ ഉള്ളൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ അറ്റോമിക് ആൻഡ് നോൺ ഇന്ററപ്റ്റബിൾ ഒരു ആക്ഷൻ. സ്റ്റേറ്റിന് ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്, ഫൈനൽ സ്റ്റേറ്റ് ഉണ്ട്, ട്രാൻസിഷൻ ടു ഫൈനൽ സ്റ്റേറ്റ് റെപ്രസെന്റ് കംപ്ലീഷൻ ഓഫ് ആക്ടിവിറ്റി, കംപ്ലീഷൻ ഓഫ് ആക്ടിവിറ്റി, ട്രിഗേഴ്സ്, കംപ്ലീഷൻ ഇവന്റ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നു. Compartments in state. Initial state ഉണ്ട്, this one. Final state ഉണ്ട്, state of travel from one place to another, distant one, distant. ഇതാണ് ഒരു സ്റ്റേറ്റിലെ കമ്പാർട്ട്മെന്റ്. ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ആണ് ഇവിടെ എൻഡ്. Shows possible states of objects. എന്തൊക്കെ പോസിബിൾ സ്റ്റേറ്റ്സ് ഒബ്ജക്ട്സിനാണോ all those states have been shown in state chart diagram. Elements of the state diagram. Initial state, starting point, പിന്നെ ഫൈനല്, ട്രാൻസിഷന്, ഹിസ്റ്ററി സ്റ്റേറ്റ്, ലാസ്റ്റ് ആക്റ്റീവ് സ്റ്റേറ്റ്, ട്രിഗർ, ഇതെല്ലാം ഇതൊക്കെ നമുക്ക് സിഗ്നൽ, മെസ്സേജ് സെൻഡ് ബൈ ആനിമൽ, ഫൈനൽ സ്റ്റേറ്റ്, end of diagram. Object can change states independently. Sequencing of operations and timing event class. നമുക്കറിയാവുന്ന ഈവന്റ് ക്ലാസ്സുകളാണ് ഇതൊക്കെ. ആക്ഷൻ ഈവന്റ്, ഐറ്റം ഈവന്റ്, മൗസ് ഈവന്റ്, കീ ഈവന്റ്, ഇതെല്ലാം ഈവന്റ് ക്ലാസ്സസിന്റെ എക്സാമ്പിൾസ്. ഇതല്ലാതെ ഇഷ്ടം പോലെ there are lot of other event classes. ഇത് യൂസർ വെരിഫിക്കേഷൻ. അപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ഒരു ആക്ടിവിറ്റി, പിന്നെ എൻ്റർ ചെയ്തു. അതാണ് പറഞ്ഞത് എല്ലാ പോസിബിൾ സ്റ്റാൻസും ഉണ്ട്. പിന്നെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഒതന്റിക്കേഷൻ ചെയ്ത് യൂസർ ഐഡന്റിഫൈ, അല്ലെങ്കിൽ പിൻ റിജക്ട്. അപ്പൊ എല്ലാ പോസിബിൾ ഇതും വരുന്നതിൻ്റെയാണ് സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ഇത് സ്റ്റാർട്ട്, ഇത് എൻഡ്, ഈ ഒരു ഡയമണ്ട് ഷേപ്പിൽ കാണുന്ന ഇത് ആക്ടിവിറ്റിയാണ്, ഇത് ട്രാൻസിഷൻ എന്നുള്ള ട്രാൻസിഷൻ. ക്രെഡൻഷ്യൽസ് എൻറ്റേഡ്, എന്നിട്ട് സക്സസ്ഫുൾ ലോഗിന്, ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എൻഡ് ചെയ്തു. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ക്രെഡൻഷ്യൽസ് എൻ്റർ ചെയ്തു, സക്സസ്ഫുൾ ലോഗിൻ വന്നു, ഇവിടെ വന്നു. റോങ് ആയിട്ട് ക്രെഡൻഷ്യൽ കൊടുത്തു, ഇൻകറക്റ്റ് ലോഗിനാണ് ലോക്ക് ഡൗൺ. അപ്പം എല്ലാ ചാൻസും ഇതിനകത്ത് കാണും.
all chances, all possibilities are shown in state chart diagram. Concurrency, number പറഞ്ഞു, object can change independently. Sequence diagram. Sequence diagram, നമ്മൾ ഇന്നലെ പറഞ്ഞു, സീക്വൻസ് എന്ന് പറയുമ്പോഴത്തേന് ഇതിന്റെ എന്താ പറയണ്ടേ, ആക്ഷന്റെ പിന്നെ ആക്ഷൻ ഡയഗ്രാം രണ്ടെണ്ണം, ഒന്ന് സീക്വൻസ് ഡയഗ്രാം, ഒന്ന് കൊളാബറേഷൻ ഡയഗ്രാം. സീക്വൻസ് ഡയഗ്രാം മീൻസ് എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. ഇപ്പൊ ഇവിടെ കസ്റ്റമർ വന്നു വന്നു, ബാലൻസ് ചെക്ക് ചെയ്തു, ബാങ്ക് വന്നു, ബാലൻസ് എമൗണ്ട് എടുത്തു, റിട്ടേൺ ചെയ്തു. അപ്പൊ ഇതാണ് സീക്വൻസ് ഡയഗ്രാമിന്റെ ഒരു ഫോം. ഡയഗ്രാം ഡെപിക്റ്റഡ് ത്രൂ സ്റ്റേറ്റ് ഡയഗ്രാം. ഇവിടെ ആയതിൽ ഇതൊന്ന് സെറ്റ് ചെയ്തു, ഇവിടെ ടേൺ ഓൺ ചെയ്തു, ഒരു ഡിജിറ്റൽ ക്ലോക്ക്, പിന്നെ അവർ സെറ്റ് ചെയ്തു, മിനിറ്റ് സെറ്റ് ചെയ്തു, ഇത് പിന്നെ ഇങ്ങനെ കൊടുത്തു, ഇത് സെറ്റ് ചെയ്തു, മൊത്തം കറന്റ് ടൈം സെറ്റ് ചെയ്തു. ആദ്യം അവർ സെറ്റ് ചെയ്തു, മിനിറ്റ് സെറ്റ് ചെയ്തു, ടോട്ടൽ ടൈം സെറ്റ് ചെയ്തു, ടേൺ ഓൺ ചെയ്തു. അതായത് രണ്ട് സ്റ്റുഡന്റ് അതായത് ചെയ്തു, പിന്നെ പേയ്മെന്റ് ഉണ്ട്, ഇതിനകത്ത് ശ്രദ്ധിക്കുക. ഒരാൾ ഫെയിലായി, പാസ്സായി മൈനസ് സ്റ്റേറ്റ്, ഇത് പാസ്സായി മൈനസ് സ്റ്റേറ്റ്, ഇതെല്ലാം കറക്റ്റ് ആണ്. ഇവിടെ വന്നു ഫെയിലായി. കൺകറന്റ് സബ്സ്റ്റേറ്റ് ഡയഗ്രാം. ഇതും അത് തന്നെയാണ്, ഇനീഷ്യൽ സ്റ്റേറ്റ് കൊടുക്കും. ഇതെല്ലാം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, ബാക്കി ഇപ്പം അതായത് ഇത് ഇനീഷ്യൽ സ്റ്റേറ്റ്, ഇതൊരു ആക്ടിവിറ്റി നടക്കുന്ന ഡയമണ്ട്, ഇത് ട്രാൻസിഷൻ. ഇനീഷ്യൽ സ്റ്റേറ്റ് ആക്ടിവിറ്റി നടക്കുന്നു, ട്രാൻസിഷൻ പിന്നെയും വരുന്നു, അതും കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു. ഇതിനകത്ത് ഇതൊരു മിക്കവാറും ഒരു നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഒരു കമ്പോണന്റ്, ഒരു എന്താ പറയണ്ടേ, ഒരു ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ്, അതിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ്. ഇവിടുന്ന് ആക്ഷൻ വരുന്നു, ഇങ്ങനെ. ഏതായാലും ഇത്രയും ഓർക്കുക, ഇനീഷ്യൽ, ഫൈനൽ, ആക്ടിവിറ്റി നടക്കുന്ന ഡയമണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോസ്. ഇത്ര ഇതിനകത്ത് ഉദ്ദേശിക്കുന്നു. ഇപ്പം ടെമ്പറേച്ചർ അറേഞ്ച് ചെയ്യുക, അങ്ങനെ എന്തോ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ ആ ടേംസ് മാത്രം ഒന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഈവന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നടക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. ഒന്നുകൂടെ പറയാം, ഒരു ഈവന്റ് മെക്കാനിസം എന്ന് പറയുന്നത് ഈവന്റ് മെക്കാനിസം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം. ഏതൊരു ഒബ്ജക്റ്റിനും മെസ്സേജ് പാസ് ചെയ്യാം. നമ്മൾ അത് തുടക്കം വന്നത് there is a class, ഈ ക്ലാസ്സിനകത്ത് ഡേറ്റ മെമ്പേഴ്സ് ഉണ്ട്, ക്ലാസ്സിനകത്ത് ഇതുണ്ട്, ഇതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട്. എന്നിട്ട് ഇതിന്റെ ഒബ്ജക്ട്സ് ഫസ്റ്റ് നമ്മൾ ക്ലാസ്സസിനെ മാത്രമായിട്ട് കാണിക്കുമ്പോൾ അത് സ്ട്രക്ചറൽ ഡയഗ്രാം. അവിടെ മെസ്സേജസോ ഈവൻസോ ഒന്നും വരും. ക്ലാസ്സസിനെ മാത്രമായിട്ട് കാണിക്കുമ്പോൾ ദാറ്റ് ഈസ് എ സ്ട്രക്ചറൽ ഡയഗ്രാം. ഈ സ്ട്രക്ചറൽ ഡയഗ്രാം ഒരു പടി കൂടെ കടന്നിട്ട് സ്ട്രക്ചറൽ ഡയഗ്രാം അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ്സസിനകത്തുള്ള മെസ്സേജസിനെ കൂടെ കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഇന്ററാക്ഷൻ, ഈ ഒബ്ജക്ട്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ വയ മെസ്സേജസ്. അപ്പോഴും മെസ്സേജസിനെ പറ്റിയേ പറയുന്നുള്ളൂ, നോട്ട് ദ ഈവൻസ് ദാറ്റ് ജനറേറ്റ് ദ മെസ്സേജസ് അവിടെയും പറയുന്നില്ല. അപ്പം ക്ലാസ്സുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മെസ്സേജ് പാസിംഗ് വരും. അവിടെ ഒരു പ്രത്യേകത ഉള്ളത്, യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കൺസോൾ പ്രോഗ്രാം ആൻഡ് ആപ്ലെറ്റ് പ്രോഗ്രാം. കൺസോൾ പ്രോഗ്രാമിൽ ഈവന്റ് ജനറേഷൻ കുറവാണ്, എങ്കിൽ ഈവന്റ് ജനറേഷൻ കുറവാണ്. എന്നാൽ ആപ്ലെറ്റ് പ്രോഗ്രാമിൽ ഈവന്റ് ജനറേഷൻ നല്ലപോലെ.
ഈവന്റ് ജനറേഷൻ ഓക്കെ. അതും കഴിഞ്ഞ് അപ്പൊ സീക്വൻസ് ഓഫ് ഇത് പറഞ്ഞു, ഇങ്ങനത്തെ സീക്വൻസ് ഡയഗ്രാം പറഞ്ഞു. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ആക്ടിവിറ്റി ഡയഗ്രാം. ആക്ടിവിറ്റി ഡയഗ്രാമിൽ പിന്നെ എന്താ പറയുക, സീക്വൻസ് ഡയഗ്രാം ഉണ്ട്. അതെ, ആക്ടിവിറ്റി ഡയഗ്രാമില് കൊളാബറേഷൻ ഉണ്ട്, സീക്വൻസ് ഉണ്ട്. സീക്വൻസ് ഡയഗ്രാമില് ഇതികളുടെ സീക്വൻസ് ആണ്. മറ്റേടത്ത് എന്താ പറയണ്ടേ, അറ്റ് എ ടൈമിൽ ഒരു സിസ്റ്റം എന്താകുന്നുള്ള കൊളാബറേഷൻ ആണ്. കൊളാബറേഷനും കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കാണിച്ചു. അപ്പോഴതിന്റെ ബേസിക് ആയിട്ടുള്ള എന്താ പറയണ്ടേ സ്ട്രക്ചർ ഉണ്ട്. അപ്പോഴും ആർക്കിടെക്ചറൽ സ്ട്രക്ചർ, ഫിസിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ഫിസിക്കൽ സ്ട്രക്ചർ കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും? യു ആർ ഗോയിങ് ടു യൂസ് നോഡ് വേണം, കമ്പോണന്റ് വേണം, ഇന്റർഫേസ് വേണം, ഫങ്ഷൻ വേണം, നോൺ ഫങ്ഷൻ വേണം. അതായത് നോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നോഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി എ ഹാർഡ്വെയർ, ഒരു മെമ്മറി ഉള്ള ഒരെണ്ണം. അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ കാണിച്ചു. ദെൻ ദർ ഈസ് കമ്പോണന്റ്. കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണന്റിനകത്ത് ക്ലോസ്ലി കണക്റ്റഡ് ക്ലാസ്സസ്. കമ്പോണൻസ് ആർ ക്ലോസ്ലി കണക്റ്റഡ് ക്ലാസ്സസ്. പക്ഷേ ഈ കമ്പോണൻസ് തമ്മിൽ ദേ ആർ ലൂസ്ലി കണക്റ്റഡ്. എന്താണ് ലൂസ്ലി കണക്റ്റഡ് ആകുന്നത്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ ആ ഒരു പ്രത്യേകത വെച്ച് എപ്പം വേണമെങ്കിലും ടു റിമൂവ് ദാറ്റ് ഒബ്ജക്റ്റ്. അതുകൊണ്ടാണ് ലൂസ്ലി കണക്റ്റഡ് ആണ് കമ്പോണന്റ്. അപ്പൊ കമ്പോണന്റ് പറഞ്ഞു, നോഡ് പറഞ്ഞു. ദെൻ ഇന്റർഫേസ്. ഇന്റർഫേസിനെ പറ്റിയുള്ള കൺസെപ്റ്റ് രണ്ട് വിധത്തിലൂടെ വരുന്നുണ്ട്. ഇന്റർഫേസിന്റെ നിങ്ങളൊരു ബ്രാക്കറ്റ് കാണിച്ചിട്ട് കമ്പോണന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർഫേസിനെ കാണിച്ചു. ഇതല്ലാതെ പ്രോഗ്രാമിംഗിൽ ഒരു ഇന്റർഫേസ് വരും. പ്രോഗ്രാമിംഗിൽ വരുന്ന ഇന്റർഫേസ് എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞില്ലേ, നെയിംഡ് മെത്തേഡ്സ് ആണ്. നെയിം മാത്രമേ ഉള്ളൂ, there are no definition. ഇതല്ലാതെ പ്രോഗ്രാമിംഗ് അല്ലാതെ വരുന്ന ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഈ കമ്പോണൻസിനെ തമ്മിലുള്ള ഇന്റർഫേസ്. ഇത് കൂടാതെ സപ്പോസ് എ നോഡ് വാണ്ട്സ് ടു ഇന്ററാക്ട് വിത്ത് എക്സ്റ്റേണൽ വേൾഡ്. എക്സ്റ്റേണൽ വേൾഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, that node must have a port. Then there is a connector between these ports. ഈ പോർട്ടുകൾ തമ്മിൽ ഒരു കണക്ടർ. പിന്നെ there is use case. അപ്പൊ ഇത്രയും യൂസ് കേസ് ഡയഗ്രാം ഉണ്ട്. യൂസ് കേസ് ഡയഗ്രാം എന്ന ഡൈനാമിക് ബിഹേവിയർ കാണിക്കുന്നത് external entity that acts on that use case diagram is usually called actor. Actor usually അതിനെയാണ് external entity ആ യൂസ് കേസുമായിട്ട് എൻ്റർ ചെയ്യുന്ന ആ ഇതിനെയാണ് ആക്ടർ. അപ്പൊ യു ഹാവ് ടു, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചുള്ള ഒരു വലിയ സിസ്റ്റം ഇപ്പോഴും നമ്മൾ ഈവൻസിനെ പറ്റി പറഞ്ഞു തുടങ്ങി. ഇപ്പൊ നമുക്ക് ക്ലാസ്സസ് ഉണ്ട്, ഒബ്ജക്ട്സ് ഉണ്ട്, ക്ലാസ് ഡയഗ്രാം ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്, പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയണ്ടേ ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ സീക്വൻസ് ഡയഗ്രാം ഉണ്ട്, കൊളാബറേഷൻ ഡയഗ്രാം ഉണ്ട്, യൂസ് കേസ് ഡയഗ്രാം ഉണ്ട്, ഇന്ററാക്ഷൻ ഡയഗ്രാം ഉണ്ട്, ഇന്ററാക്ഷൻ ഉണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഫിസിക്കൽ ഈ ആർക്കിടെക്ചറൽ മോഡൽ കാണിക്കാനുള്ള കമ്പോണൻസ്, അതായത് ഈ പറഞ്ഞ പോലെ നോഡ് ഉണ്ട്, ഇന്റർഫേസ് ഉണ്ട്, പോർട്ട് ഉണ്ട്, പിന്നെ ഫങ്ഷണൽ. വളരെ ഇമ്പോർട്ടൻ്റ്. ഫങ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഫങ്ഷൻ. സോഫ്റ്റ്വെയർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കൊടുക്കുന്ന ഫങ്ഷൻസ് അല്ല അവിടെ. സോഫ്റ്റ്വെയർ ഫങ്ഷൻ ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു വിചാരിക്കാം, ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെയുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ നോൺ ഫങ്ഷണൽ ഇത്, നോൺ ഫങ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിന്റെ സർവീസ് ഗുഡ് ആണോ ബാഡാണോ നമുക്കത് കനോട്ട് മെഷർ. അപ്പൊ അങ്ങനെയുള്ള ഇത്രയും ഇതോടുകൂടി വലിയ ഒരു സെറ്റപ്പ് വന്നു എന്ന് വിചാരിക്കാം. ക്ലാസസ്, ഒബ്ജക്ട്സ്, പിന്നെ ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ഇത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന എങ്ങനെയൊക്കെയാ, ഹാസ റിലേഷൻ ഉണ്ട്, ഈസ റിലേഷൻ ഉണ്ട്, ഒരുപാട് ഇൻഹെറിറ്റൻസസ് ഉണ്ട്, മൾട്ടിപ്പിൾ, ഹൈബ്രിഡ്, മൾട്ടി ലെവൽ. ഈ ഇൻഹെറിറ്റൻസുകൾ നിങ്ങൾ അസൈൻ ചെയ്യും. ചില ഇൻഹെറിറ്റൻസസ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്.
ഇങ്ങനെ ഒരു വലിയ സിസ്റ്റം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അടുത്ത സ്റ്റെപ്പാണ് ഈവൻ ജനറേഷൻ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ജനറേഷൻ ചെയ്യാവുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈവൻ ജനറേഷൻ ഡൈനാമിക് ബിഹേവിയർ. ഈവൻ ജനറേഷൻ പറയുമ്പോൾ യു ഹാവ് ടു ഗോ ടു ലാംഗ്വേജ് സ്പെസിഫിക്. കാരണം ഈവൻ ജനറേഷൻ ലാംഗ്വേജുമായിട്ട് വളരെ ബന്ധപ്പെട്ടു. അത് ദാറ്റ് മേ മോസ്റ്റ് പ്രോബ്ലി ജാവ ഓർ പൈത്തൺ. ഇപ്പം നിങ്ങളുടെ ബുക്കിലൊക്കെ ജാവയുടെയാണ് കാണിക്കുന്നത്. അപ്പൊ ഈവൻ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈവന്റിനെ മുമ്പേ നമ്മൾ കാണിച്ച പോലെ എന്തെങ്കിലും ഒന്ന് ട്രിഗർ ചെയ്യും. എന്തെങ്കിലും ഒന്ന് ട്രിഗർ ചെയ്യുമ്പോൾ ആ ഈവന്റ് ജനറേറ്റ്. Then that event will send a message to another എന്താ പറയുന്നത് കൺട്രോൾ. ഇതൊക്കെ AWT കൺട്രോൾസ് ആണ്. അപ്പം ഒരു ബട്ടണെ പ്രസ് ചെയ്യുന്ന ഉടനെ ആക്ഷൻ ഈവന്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്ത്. സോ യു ഹാവ് ടു റൈറ്റ് ഡൗൺ വാട്ട് ഈസ് യുവർ പർപ്പസ്. എവിടെ എഴുതി കൊടുക്കണം? ഇൻ എ മെത്തേഡ് കോൾഡ് ആക്ഷൻ പർപ്പസ്. ഫ്രം വേർ ഇറ്റ് കംസ് ആക്ഷൻ ലിസണർ എന്ന് പറയുന്നത് വരും. അപ്പൊ ആക്ഷൻ ലിസണർ എന്ന് പറയുന്നത് ആക്ഷൻ പെർഫോമിൽ യു ഹാവ് ടു റൈറ്റ് ഡൗൺ വാട്ട് ഈസ് യുവർ കോഡ്. നമ്മുടെ കോഡ് ആ ട്രിഗർ വെച്ച് മുമ്പോട്ട് പോകും. ഇതേ രീതിയിൽ മൗസിന്റെ ഉണ്ട്, ഈ പ്രസിന്റെ ഉണ്ട്, ഇതുപോലത്തെ ഇതുകൾ. അപ്പം ഈ മെസ്സേജിന്റെ അതിന്റെ പ്രോഗ്രാംസ് ഞാൻ കാണിക്കാം. പ്രോഗ്രാംസ് കുറെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഐഡിയാസ് കിട്ടും. ആക്ഷൻ ഈവന്റ് ആക്ഷൻ ആ പ്രോഗ്രാംസ് നോക്കുമ്പോൾ മാത്രമേ നോക്കുക. ഈ പ്രോഗ്രാം here import java.applet.star. This is a package. Import java.awt.star. Another package. Import java.awt.event.star. ഇതാണ് നമ്മുടെ ഈവന്റ് മെക്കാനിസത്തിന്റെ ഇത് വരുന്നത്. ഈവന്റ് മെക്കാനിസം എന്താണ്? ഇമ്പോർട്ട് java.awt.event.star. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രോഗ്രാം കൂടെ കാണിക്കുന്നതാണ്. കാരണം ഗുഡ് ഐഡിയ. അപ്പം ഇത് കൊടുക്കാം. അപ്പം java.applet എന്ന് ഞാൻ പറയുമ്പം ആപ്ലെറ്റ് എന്ന് പറയുന്ന കണ്ടെയ്നർ, പിന്നെ ആപ്ലെറ്റ് എന്ന് പറയുന്ന കണ്ടെയ്നർ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിനാണ് അബ്സ്ട്രാക്ട് വിൻഡോ കൊടുത്തിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. പിന്നെ ഈവന്റ് എന്ന് പറയുന്ന പാക്കേജും നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്തു. ഇപ്പൊ കണ്ടെയ്നർ ഉണ്ട്, വേണമെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡോ ബട്ടണോ എടുത്തു വെക്കാം. പിന്നെ ഈവന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യും. ഇത്രയെണ്ണം കൊടുത്തെങ്കിൽ മാത്രമേ യു ക്യാൻ യൂസ് ഈവന്റ്സ്. ടെക്സ്റ്റ് ഫീൽഡ് ഇവിടെ ഡിക്ലെയർ ചെയ്തു, T1, T2, T3. അതുപോലെ തന്നെ ലിസ്റ്റ് ഡിക്ലെയർ ചെയ്തു, ലേബൽ ഡിക്ലെയർ ചെയ്തു, സാധാ വേരിയബിൾസ്. ഈ ടെക്സ്റ്റ് ഫീൽഡ് ലേബൽ ഓൾ ദീസ് ആർ കമ്മിങ് ഫ്രം അബ്സ്ട്രാക്ട് വിൻഡോ ടു. AWT കൊടുത്തില്ല എങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം ഇപ്പോൾ എറർ. എന്താണ്? the compiler cannot identify text field and label. അപ്പൊ കമ്പൈലറിന്റെ ടെക്സ്റ്റ് ഫീൽഡിനെ ലേബലിനെ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് import java.awt.event.star.
ഇവന്റിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇമ്പോർട്ട് java.awt.start. അപ്പൊ AWT എന്ന് കൊടുത്തെങ്കിൽ മാത്രമേ ടെക്സ്റ്റ് ഫീൽഡ് അല്ലെങ്കിൽ ലേബല് ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ പോകും. ഇനി താഴെ ഒരു മെത്തേഡ് കണ്ടോ, പബ്ലിക് വോയിഡ് ഇനീറ്റ്. ഇനീറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇനീഷ്യലൈസിംഗ്. That is coming from a package applet. ആപ്ലെറ്റിൽ നിന്നാണ് ഇനീറ്റ് എന്ന് പറയുന്നത് ലേബൽ. അതിന് താഴെ കണ്ടോ L is equal to new list എന്ന്. അപ്പൊ എല്ലിനെ നമ്മളോട് ഡിക്ലെയർ ചെയ്യും. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫീൽഡുകളെ ഇതിനെല്ലാം താഴോട്ട് ഡിക്ലെയർ ചെയ്യും ഇനീറ്റ്. ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ഫീൽഡും ലേബലും AWT നിന്നും വരും, ലിസ്റ്റും AWT ഇനീറ്റ് എന്ന് പറയുന്നത് ന്യൂ ലിസ്റ്റ് ഡിക്ലെയർ ചെയ്തു. ഇനീറ്റ് കമ്മിങ് ഫ്രം ആപ്ലെറ്റ് പാക്കേജ്. ആ രണ്ട് പാക്കേജിന്റെ യൂസ് ഇപ്പൊ ഇവിടെ വന്നു. ടെക്സ്റ്റ് ഫീൽഡും എല്ലാം ഇതുപോലെ തന്നെ ഇനിയിപ്പോ എല്ലാം സെയിം ആണ്, ഇതുപോലെ ഡിക്ലെയർ ചെയ്തു. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടോ, എൽ ഡോട്ട് ആഡ് ആക്ഷൻ ലിസണർ ദിസ്. ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിന്റെ പേരിന്റെ കൂടെ ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസണർ. ഇതാണ് ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസണർ. ഇംപ്ലിമെന്റ്സ് അപ്പൊ ആക്ഷൻ ലിസണർ എന്തായിരിക്കും? ആക്ഷൻ ലിസണർ മസ്റ്റ് ബി an interface. ആക്ഷൻ ലിസണർ മസ്റ്റ് ബി an interface. ഈ ആക്ഷൻ ലിസണർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇന്റർഫേസ് ആയിരിക്കും. അപ്പം ആ ആക്ഷൻ ലിസണർ ഇന്റർഫേസ് ആണെങ്കിൽ there will be declared methods inside that. അതില് ഡിക്ലെയർഡ് മെത്തേഡ്സ് ഇതിനകത്തുണ്ട്. അപ്പൊ ആക്ഷൻ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസ് കൊണ്ടുവന്നു, ഡിക്ലെയർഡ് മെത്തേഡ്സ് അതിനകത്ത് കൊണ്ടുവന്നു. ഇനി ഈ ആക്ഷൻ പെർഫോംഡ് ഈസ് കമ്മിങ് ഫ്രം ആക്ഷൻ ലിസണർ. ആക്ഷൻ ലിസണറിലെ ഒരു മെത്തേഡാണ് ആക്ഷൻ പെർഫോം. അതിലെ ആക്ഷൻ ഈവന്റ് ഡി എന്ന് പറയണം അതിനകത്തെ ആർഗ്യുമെന്റ്. ദിസ് ആക്ഷൻ ഈവന്റ് ഡി കംസ് ഫ്രം java.awt.event.start. java.awt.event.start another package. അവിടെ നിന്നാണ് ഈ ആക്ഷൻ ഈവന്റ്. ആക്ഷൻ പെർഫോം ഈസ് an abstract method that is coming from action listener. അത് കഴിഞ്ഞ് നമ്മൾ കുറെ വേരിയബിൾസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു ഡിക്ലെയർ ചെയ്തു, അതൊക്കെ സാധാരണ പോലെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ഇത് ശ്രദ്ധിച്ചോ, ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. If L dot gets selected item is rectangle, f is equal to 2. We have declared a variable f. എന്നിട്ട് പറയുകയാണ് L എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത ഐറ്റം റെക്ടാംഗിൾ ആണെങ്കിൽ f2. L ഡോട്ട് ഗെറ്റ് സെലക്ടഡ് ഐറ്റം, എല്ലിനോട് നമ്മൾ ആക്ഷൻ ലിസണർ ആഡ് ചെയ്തിരുന്നു അല്ലേ? അങ്ങനെ ആഡ് ചെയ്തത് കൊണ്ട് മാത്രം ഇപ്പൊ എന്ത് പറ്റും, എല്ലിനോട് ആക്ഷൻ ലിസണർ ആഡ് ചെയ്തുകൊണ്ട് എൽ ഡോട്ട് ഗെറ്റ് സെലക്ടഡ് ഐറ്റം. ഇത് സെലക്ട് ചെയ്യുക, ഐറ്റം സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇവന്റിന്റെ ഒരു സോഴ്സ് ആണ് എൽ. നേരത്തെ ബട്ടൺ പുഷ് ചെയ്യാന്നുള്ള ഈവന്റിന്റെ സോഴ്സ് ആയിരുന്നു ബട്ടൺ. ഇവിടെ സെലക്ടഡ് ഐറ്റം എന്ന് പറയുന്ന ഈവന്റിന്റെ പിന്നെ സോഴ്സ് ആണ് എൽ എന്ന്. അപ്പം എൽ ഡോട്ട് ഗെറ്റ് സെലക്ടഡ് ഐറ്റം എഫ് സാധാ ഒരു വേരിയബിൾ വി ഹാവ് ഡിക്ലെയർഡ് ഓൾറെഡി. അതിന്റെ വാല്യൂ എഫ് ഈസ് ഈക്വൽ ടു 2 എന്നും. ഇതെല്ലാം കഴിഞ്ഞ് റീപെയിന്റ് അതൊക്കെ നിങ്ങൾ പിന്നെ നോക്കാം, അതിന്റെ പേര് നോക്കാം. റീപെയിന്റ് കമാൻഡ് കൊടുത്തു, പെയിന്റിലേക്ക് ജമ്പ് ചെയ്യാറുണ്ടോ? എന്നിട്ട് എന്തോ ഇഫ് എഫ് ഈസ് ഈക്വൽ ടു 1, സെലക്ടഡ് ഐറ്റത്തിലെ ഏതെങ്കിലും ഒരു ഐറ്റം കൊടുത്തെങ്കിൽ എഫ് 1 ആയിട്ടുണ്ടെങ്കിൽ അത് നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. എന്നിട്ട് ഈ കളറും കൊടുത്തിട്ട് ഒരു ലൈൻ മനസ്സിലായി. അപ്പം ഇതാണ് ഈവന്റ് കൊണ്ടുള്ള വർക്കിംഗ്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തു.
കണ്ടെയ്നർ AWT ക്രിയേറ്റ് ചെയ്യാൻ ഇമ്പോർട്ട് ചെയ്തു, AWT ഇമ്പോർട്ട്, ഈവന്റ് ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിനോട് ആക്ഷൻ ലിസണറിനെ ഇംപ്ലിമെന്റ് ചെയ്യും. ആക്ഷൻ ലിസണർ ഇസ് ആൻ ഇന്റർഫേസ്. java.applet.star is a package. java.awt.star is a package. java.awt.event.star is a package. Action listener is an interface. So we have given the keyword implements listener. എന്നിട്ട് we have declared അപ്പൊ AWT ഉള്ളത് കൊണ്ട് we can declare ലിസ്റ്റും ബട്ടണും ഒക്കെ ഡിക്ലെയർ ചെയ്തു. ലിസ്റ്റും ബട്ടണും ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ട് l.add action listener, e.add action listener ഒക്കെ കൊടുത്തു. ആഡ് ആക്ഷൻ ലിസ്റ്റർ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് കൊടുക്കുന്ന ഈവന്റ് ട്രിഗർ ചെയ്യുന്നതിന് ഇത് ഹിയർ ചെയ്യൂ, അണ്ടർസ്റ്റാൻഡ് ചെയ്യൂ. അത് കൊടുത്തു. എന്നിട്ട് ആക്ഷൻ ലിസ്റ്ററിൽ നിന്ന് വരുന്ന അബ്സ്ട്രാക്ട് മെത്തേഡായ ആക്ഷൻ പെർഫോമൻസ് വെച്ച് നമ്മള് പിന്നെ പറഞ്ഞു l.get selected item ഇതാണ് F1 ആക്കാൻ പറഞ്ഞു. F1 ആണ് ടൈം ഫ്ലോ. ഇതാണ് ഈവന്റ് മെക്കാനിസം. ഈവന്റ് മെക്കാനിസം കൊണ്ട് മാത്രമേ നമുക്ക് പിന്നെ എന്താ പറയുള്ളൂ, ഈ പിന്നെ ഇതിനകത്ത് കാര്യമായ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ചുമ്മാ പോളിഗൺ ഡ്രോ ചെയ്തിരിക്കുക. അവിടെയൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഈവൻ ശ്രദ്ധിക്കാം. മൗസ് അനദർ മൗസ് ഈവന്റിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഇംപ്ലിമെന്റ് മൗസ് ലിസണർ, മൗസ് മോഷൻ ലിസണർ. മൗസ് ലിസണറും മൗസ് മോഷൻ ലിസണറും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുക. രണ്ട് ഇന്റർഫേസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ജാവ പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ സപ്പോർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇവിടെ പറയുകയാണ് ഇംപ്ലിമെന്റ് മൗസ് ലിസണർ, മൗസ് മോഷൻ ലിസണർ. ഇത് രണ്ടും രണ്ട് ഇന്റർഫേസുകൾ. ഈ രണ്ട് ഇന്റർഫേസുകളെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക. മനസ്സിലായി? അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് ഇന്റർഫേസ്. ഉറപ്പായിട്ട് ആ രണ്ട് ഇന്റർഫേസിനും മെത്തേഡ്സും കാണും. മൗസ് പ്രസ്, അതായത് മൗസ് ഇങ്ങനെ പ്രസ് ചെയ്താൽ എന്ത് പറ്റും? ഇത് നമ്മളൊരു പിന്നെ എക്സും വൈയും കോർഡിനേറ്റ് വരും. ആ കോർഡിനേറ്റിലേക്ക് ഇങ്ങനെ ചെയ്യും. അതുപോലെ തന്നെ മൗസ് റിലീസ് ചെയ്താൽ, പ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? താഴെ പറയുന്നത് സംഭവിക്കും. ഇത് മൗസ് ഡ്രാഗ് ചെയ്താൽ, ഇനി സപ്പോസ് മൗസ് ഡ്രാഗ് ചെയ്താൽ പിന്നെ മൗസ് ഡ്രാഗ് ചെയ്യുമ്പോൾ മൗസ് ഇവിടെ ആണെന്ന് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം. ഇവിടെ സപ്പോസ് ഈ മൗസ് ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എങ്കിൽ പോലും എന്തുകൊണ്ടാണ്? ഡിക്ലെയർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡിനെ യു ഹാവ് ടു ഡിഫൈൻ ഇൻ യുവർ ക്ലാസ്. അതർവൈസ് യുവർ ക്ലാസ് ഈസ് ഗോയിങ് ടു ബി അൺഅബ്സ്ട്രാക്ട്. ഇതാണ് അതിന്റെ കാര്യം. അപ്പം ട്രാക്റ്റിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിൽ ടു സ്റ്റാർട്ട് ആൻഡ് ക്ലോസ്. അതേപോലെ തന്നെ കീബോർഡിൽ കണ്ടോ, അവിടെ കീ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസ് യൂസ് ചെയ്തിരിക്കുക. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇവന്റാണ് എല്ലായിടത്തും കീ ഇവന്റ് ആണ്. കീ ലിസണർ എന്ന് പറയുന്ന ഇന്റർഫേസിൽ നിന്ന് വരുന്ന മെത്തേഡാണ് ഈ കീ പ്രസ് കീ ടൈപ്പ്. ഇതൊക്കെ ആ ത്രെഡിന്റെ ഇതുപോലത്തെ എല്ലാം ഇതിനകത്തൊന്നും വേറെ കൺസെപ്റ്റ് ത്രെഡിന്റെ വരുന്നുണ്ട്, മറ്റേതിലൊന്നും വലിയ കൺസെപ്റ്റുകളൊന്നും വരുന്നില്ല. അപ്പം ഇതാണ് ഈ എന്താ പറയണ്ടേ ഈവന്റ് ജനറേഷന്റെ ഈവന്റ് എങ്ങനെയാണോ ജനറേറ്റ് ചെയ്യേണ്ടത് ആ ഈവന്റ് ജനറേഷന്റെ രീതിയാണ് ഈ പറയുന്നത്. ഈവന്റിനെ നമ്മൾ ട്രിഗർ ചെയ്യുക എന്നാണ് പറയുന്നത്. ഈവന്റിനെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞ് ആ ഈവന്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബേസിൽ വരും. ഇത്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഈ പ്രോഗ്രാംസ് ഇതിനകത്ത് ഞാൻ അയച്ചു തരാം. പ്രോഗ്രാംസ് ആ സ്ലൈഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും. അപ്പം ഇത് ഇത്രയും കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ കണ്ട എന്ന് പറയുന്നത് ഡയനാമിക് മോഡൽ. ഡയനാമിക് മോഡൽ. ഡയനാമിക് കാരണം മെസ്സേജ് പാസ് ചെയ്യും, മെസ്സേജിനനുസരിച്ചുള്ള റെസ്പോൺസും ഇതെല്ലാം തന്നെ ഡയനാമിക് മോഡൽ. ഇനി നമുക്ക് വേണ്ടത് ഫങ്ഷണൽ മോഡലിംഗ്. ഫങ്ഷണൽ മോഡലിംഗ് എന്ന് പറയുന്ന കാര്യം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ DFT വരയ്ക്കുന്നതിനെ പറ്റിയാണ്, ഡേറ്റ ഫ്ലോ ഡയഗ്രാം. അതിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുറെ ആ സിമ്പിൾസ് നോക്കിയൊക്കെ DFT നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു പ്രാധാന്യം, വലിയൊരു ഇത് അല്ല, അത് വലിയ ഞാൻ എടുക്കുന്നില്ല. DFTയില് DFTയുടെ കുറെ സിമ്പിൾസ് ഉണ്ട്. പിന്നെ DFTയുടെ ലെവൽ 1, ലെവൽ 0, ലെവൽ 2 അങ്ങനെ കുറെ ഡീറ്റെയിൽഡ് ലെവലുകളിലേക്ക് DFT പറയുന്നു. അപ്പൊ ഡീറ്റെയിൽഡ് ലെവലുകളിലേക്ക് DFT പറയുന്നതും അങ്ങനത്തെ കാര്യങ്ങളും നോക്കി വെക്കുക. നമുക്ക് അതോടൊന്ന് നോക്കാം. ഇങ്ങനെ കുറെ സിമ്പിൾസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ സിമ്പിൾസും കാര്യങ്ങളും ഒക്കെ പല പല നൊട്ടേഷനിൽ മാറി മാറി വരും. അത് നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളുടെ ബുക്കിലെ DFT നൊട്ടേഷൻസ് വേറെയാണ്. പല പല നൊട്ടേഷൻസ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഒരു 0 ലെവൽ DFT ആണ്. അതായത് ഒരു ഫുള്ളി ജനറൽ ഇത് മാത്രം. അതായത് പാസഞ്ചർ റിസർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് വരുന്നു, കൊടുക്കുന്നു, കംപ്ലീറ്റ് ടിക്കറ്റ് ഇൻഫോ കൊടുക്കുന്നു, ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നു. ഫുള്ളി ഒരു ജനറൽ ഇതായിട്ട് മാത്രം. ഇനി ഇതിനെ ഒന്നുകൂടെ, ഇത് ലെവൽ 0 DFT, ഇതിനെ ഒന്നുകൂടെ ലെവൽ 1 DFT ആയിട്ട് വരുന്ന ഒരു ഇത്. ഇപ്പം എവിടെയെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഭാഗത്തിനെ ഇതൊക്കെ ചെയ്യുക. റിസർവേഷൻ പ്രോസസ് ഉണ്ട്, പാസഞ്ചർ വരുന്നു, റിസർവേഷൻ സ്റ്റോറേജ് ഉണ്ട്, ടിക്കറ്റ് ജനറേഷൻ പ്രോസസ് ഉണ്ട്, അഡ്മിന് റിപ്പോർട്ട് ചെയ്യുന്നു, എൻക്വയറി നടത്തുന്നു. അങ്ങനെ ഒരു പർട്ടിക്കുലർ പോർഷനെയാണ് നമ്മൾ അതിനകത്ത് കാണിച്ചത്. അപ്പൊ അത് ലെവൽ 1 ആണ്. ഇനി ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോഴത്തേക്ക് ലെവൽ 2 റിസർവേഷൻ പ്രോസസ്, സെർച്ചിങ്, റെയിൽവേ ഡിപ്പാർട്ട്മെന്റ്, ക്യാൻസലേഷൻ പ്രോസസ്, വെയിറ്റിംഗ് പ്രോസസ്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരും. ലെവൽ 2 അടുത്തത് ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിന്റെ ഒരു ലെവൽ 1 ആയിട്ട് കസ്റ്റമർ വരുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, കസ്റ്റമർ ലിസ്റ്റ് വരുന്നു, ആഡ് മൊബൈൽ ടു കാർട്ട്, ആഡ് മൊബൈൽ ടു സ്റ്റോക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കും. ജനറൽ ആയിട്ട് അതിന്റെ ഒരു ജനറൽ ഒരു ഫിഗർ ഇവിടെ കാണിക്കും. അതൊന്നുകൂടെ എടുത്തിട്ട് കസ്റ്റമർ രജിസ്ട്രേഷൻ കാണിക്കും. പിന്നെ എന്താ പറയുക, കസ്റ്റമർ ഇൻഫോ കൊടുക്കുന്നു, പ്രോഡക്റ്റ് ഓർഡർ കൊടുക്കുന്നു, കസ്റ്റമർ ചെക്ക്ഔട്ട് ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ലെവൽ 1. നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് ഒരു ഇതായിരിക്കണം ചോദിക്കാൻ പറ്റും. ഇതിപ്പോ ഇത് തന്നെ ലെവൽ 2 ആയിട്ട് വരും. ലെവൽ 2 ആയിട്ട് കസ്റ്റമർ രജിസ്ട്രേഷൻ, ആഡ് ടു കാർട്ട്, ഇങ്ങനെ ലെവൽ 2 ആയിട്ട് അത് പിന്നെ
അതായത് ഫംഗ്ഷൻ വേഴ്സസ് ഒബ്ജക്ട് വേഴ്സസ് ഡൈനാമിക്. അതായത് ഒബ്ജക്ട് മോഡലിംഗ് ടെക്നിക്കൽ. അപ്പം അതായത് ഒബ്ജക്ട് മോഡല് ഇല്ലസ്ട്രേറ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. ഡൈനാമിക് മോഡല് ഇല്ലസ്ട്രേറ്റ് ഡൈനാമിക്സ് ഓഫ് സോഫ്റ്റ്വെയർസ്. ഫങ്ഷണൽ മോഡല് ഡെബിറ്റ് ഫങ്ഷണൽ ആസ്പെക്ട്. മൂന്നെണ്ണം ഓർക്കുക. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം നോക്കിയത് സ്ട്രക്ചറൽ ഡയഗ്രാം പറഞ്ഞു. അവിടെ സ്റ്റാറ്റിക് ക്ലാസ്സുകൾ വന്നു, ക്ലാസ്സുകൾ തമ്മിലുള്ള അസോസിയേഷനുകൾ വന്നു, അവിടെ വന്നു. ഡൈനാമിക് സോഫ്റ്റ്വെയർ സിസ്റ്റം ഇപ്പോഴത്തെ ഈ മെസ്സേജും കാര്യങ്ങളും. ഫങ്ഷണൽ മോഡൽ എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ആസ്പെക്ട് ഷോയിങ്. ഇപ്പൊ കണ്ടത് ഫങ്ഷണൽ ആസ്പെക്ട്, അതായത് വേരിയസ് പ്രോസസ്സിനെ കാണിക്കാൻ കുറെ സിമ്പിൾസ്, ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് കുറെ ആരോസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവിടെ വരും. ഫങ്ഷണൽ ആസ്പെക്ട്സ്. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഈ ഫങ്ഷണൽ മോഡലും ഒബ്ജക്ട് മോഡലും തമ്മിൽ റിലേഷൻ. പ്രോസസ്സസ് എന്ന് നമ്മൾ ഫങ്ഷണൽ മോഡൽ പറയുന്ന സാധനം, ഇതിനകത്ത് മെത്തേഡ്സ്. ആക്ടേഴ്സ് നമ്മൾ ഇന്നലെ കണ്ടല്ലോ. ആക്ടേഴ്സ് ഇന്ററാക്ട് വിത്ത് യൂസ് കേസ് ഡയഗ്രാം, അത് ശരിക്കും ഒബ്ജക്റ്റ് തന്നെയാണ്. ആക്ടേഴ്സ്. ഡേറ്റ സ്റ്റോർ, ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ഒബ്ജക്ട്സ്. ഡേറ്റ ഫ്ലോ, റിസൾട്ട് ഓഫ് ഓപ്പറേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ നോട്ട്സിലൂടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇതാണ് ഡൈനാമിക് മോഡലിങ്ങിനെ പറ്റി നിങ്ങളുടെ മെറ്റീരിയലിലുള്ള നോട്ട്. ഇതാണ് അത് ജനറലായിട്ട്. അതായത് ഡയനാമിക്സ് ടൈം ഡിപ്പെൻഡന്റ് ബിഹേവിയർ എന്ന് പറയുന്നത്, അതായത് ആ ഈവന്റിന്റെ കാര്യമാണ് പറയുന്നത്. അതൊരു ടൈമിനെ അനുസരിച്ചാണ്. ഒരു ഈവന്റ് സപ്പോസ് യു ആർ ഗോയിങ് ടു പ്രസ് ബട്ടൺ, ആ ബട്ടൺ പ്രസ് ചെയ്തിരിക്കുന്ന അത്രയും സമയം അത് ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് അതേസമയം വേറൊരു കൺട്രോൾ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ആ കൺട്രോളിനനുസരിച്ച് ഒരു മെസ്സേജ് അവിടെ ഉണ്ടെങ്കിൽ ഈ മെസ്സേജ് മാറി മറ്റേ മെസ്സേജ് അവിടെ വരും. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ മുമ്പേ പറഞ്ഞു P1, P2, P3. P1 പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ജാവ എന്നാ ടെക്സ്റ്റ് ഫീൽഡ്. അത് പ്രസ് ചെയ്യുമ്പോൾ അത് പ്രസ് ചെയ്തിട്ടിരിക്കുമ്പോൾ ആ ടൈമിൽ അത് വരും. അത് കഴിഞ്ഞ് നിങ്ങൾ B2 പ്രസ് ചെയ്യും വെൽക്കം ടു പൈത്തൺ, അല്ലെങ്കിൽ വെൽക്കം ടു C++, എന്താന്ന് വെച്ചാൽ അത് വരും. അപ്പൊ അതാണ് പറഞ്ഞത് ടൈം ഡിപ്പെൻഡന്റ്. ടൈം ഡിപ്പെൻഡന്റ് ഈവൻസ്, ട്രാൻസിഷൻ, എലമെന്റ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഡയഗ്രാം, അഡ്വാൻസ് അതിനകത്ത് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലെ ഒരു ഒബ്ജക്റ്റ് ആണ് സ്റ്റേറ്റ്. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനാണ് ഓർ വാല്യൂ ഓഫ് ആൻ ഒബ്ജക്ട്. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ആ ഒരു വാല്യൂ ഓഫ് ഒബ്ജക്റ്റ്. ഇപ്പം ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു വെഹിക്കിൾ പോവാണ്, അത് 10,000 കിലോമീറ്റർ പോയി. ആ 10,000 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആ വെഹിക്കിളിന്റെ ഒബ്ജക്റ്റിൽ നമ്മൾ നോട്ട് ചെയ്യും. പിന്നെ അത് 20,000. അപ്പൊ ആ സമയത്ത് അന്നത്തെ വാല്യൂ ഓഫ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അത് ട്രാൻസിഷൻ, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു ട്രാൻസിഷൻ. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് പല ഒരു ക്ലിയർ ആയിട്ട് ചാർട്ട് ഡയഗ്രാം ഉണ്ട് ഇതിനകത്ത്.
സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം പറയുന്ന എല്ലാ പോസിബിലിറ്റി എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഈ റിജക്ഷൻ ഒക്കെ കാണിക്കുന്നത്. റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അങ്ങനെ എല്ലാ പോസിബിലിറ്റിയും കാണിച്ചിട്ടാണ് ഈ പറയുന്ന സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം. ഇനി ഇത് എലമെന്റ്സ് ഓഫ് സ്റ്റേറ്റ് ഡയഗ്രാം. ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സർക്കിളിനകത്തൊരു ബ്ലാക്ക് കളർ കൊടുക്കുന്നത് സ്റ്റേറ്റ് ഓഫ് ആൻ ഒബ്ജക്ട്. സ്റ്റേറ്റ് ഓഫ് ആൻ ഒബ്ജക്ട് സാറിന് ഇങ്ങനെ ഒരു റെക്ടാംഗിൾ ആണ് സ്റ്റേറ്റ് ഓഫ് ആൻ. പിന്നെ ട്രാൻസിഷൻ, ഇങ്ങനെ ഒരു ആരോ ട്രാൻസിഷൻ. ഹിസ്റ്ററി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് എൻക്ലോസ്, അതായത് ഒരു പ്രീവിയസ് സ്റ്റേറ്റിനെ കാണിക്കേണ്ട ആവശ്യമുള്ളതാണ് എച്ച് എൻക്ലോസ് ചെയ്ത് ഈവന്റ് ആൻഡ് ആക്ഷൻ. ഇതാണ് ഈവന്റ്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു മൗസ് ക്ലിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ ആരോ തന്നെ, അതായത് പ്രത്യേകതയുള്ളത് ട്രാൻസിഷനും തന്നെ കൊടുക്കും, ഇവിടെയും കൊടുക്കും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരെണ്ണം കൂടെ കൊടുക്കും, സിഗ്നലൂടെ ഈവന്റ് ആക്ഷൻ ഇങ്ങനെയാണ്. ഇത് ഫൈനൽ സ്റ്റേറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അവിടെ. ഇത് സൈമിൾട്ടേനിയസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഡൈനാമിക് മോഡൽ. ഡൈനാമിക് മോഡലിന്റെ നമ്മളിവിടെ കണ്ടു. ഇത് ഡിസ്പ്ലേ ചെയ്യുന്നു. അവർ ഡിജിറ്റൽ ക്ലോക്കിന്റെ സെറ്റ് അവർ കൊടുത്തു, സെറ്റ് മിനിറ്റ് കൊടുത്തു, സെറ്റ് സെക്കൻഡ് കൊടുത്തു. അങ്ങനെ ഒരു കംപ്ലീറ്റ് പ്രസ് ബട്ടൺ ചേഞ്ച് അവേഴ്സ്, പ്രസ് ബട്ടൺ ചേഞ്ച് മിനിറ്റ്സ്, അങ്ങനെ അതുപോലെ തന്നെ പ്രസ് ബട്ടൺ ചേഞ്ച് സെക്കൻഡ്. അതായത് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു. ആദ്യം പ്രസ് ബട്ടൺ ചേഞ്ച് അവേഴ്സ് കൊടുത്തു, ദെൻ പ്രസ് ബട്ടൺ ചേഞ്ച് മിനിറ്റ്സ് കൊടുത്തു, ദെൻ പ്രസ് ബട്ടൺ ചേഞ്ച് സെക്കൻഡ്സ് കൊടുത്തു. അങ്ങനെ ഒരു ഡിജിറ്റൽ വാച്ചിന്റെ ട്രാൻസ്ലേഷൻ. പിന്നെയാണ് ഞാൻ പറഞ്ഞ ഫങ്ഷണൽ മോഡലിംഗ്. ഫങ്ഷണൽ മോഡലിംഗ്, ഡേറ്റ ഫ്ലോ ഡയഗ്രാം. ഇവിടെ ഫ്ലോ ചാർട്ട് അല്ല, ഡേറ്റ ഫ്ലോ ഡയഗ്രാം ആണ്. ഇത് സിംബൽസ്. സിംബൽസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എൻറ്റിറ്റി. ഇതിനെ നമ്മൾ മറ്റടുത്ത് പറയുമ്പോൾ ആക്ടർ, എക്സ്റ്റേണൽ. ഇത് പ്രോസസ്, ഇത് ഔട്ട്പുട്ട്, ഇത് ഡേറ്റ ഫ്ലോ. ഇത് ഡേറ്റ ബേസ് ആണ്, ഡേറ്റ സ്റ്റോർ. ഡേറ്റ ബേസ് ആണ്, ഡേറ്റ സ്റ്റോർ. ഇത് പ്രോസസ്. ഒരു സർക്കിളിനകത്ത് എ ബി സി വന്നിട്ട് അതിന്റെ സം കാണും. രണ്ട് പ്ലേസിലേക്ക് ഒരു സിംഗിൾ വാല്യൂ സ്ക്വയർ റൂട്ട് കണ്ടിട്ട് അത് 3 പ്ലേസിലേക്ക് വിടും. അങ്ങനെ സിങ്ക്രോണസ് ഡേറ്റ ഫ്ലോ. സിങ്ക്രോണസ് ഫ്ലോയാണ്. സിങ്ക്രോണസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു, നമ്പർ കൊടുത്തു. ഇത് മോസ്റ്റ് പ്രോബബ്ലി ദിസ് മേ ബി എ ഡേറ്റ സ്റ്റോർ ഓർ എ ഫയൽ. എന്നിട്ട് ഇവിടുന്ന് നമ്പർ കൊടുത്തിട്ട് അതിന്റെ മോഡുലസ് കണ്ടിട്ട് ഇങ്ങോട്ട് അയച്ചു. അല്ലാതെ ഇവിടുന്ന് ഇങ്ങോട്ട് അയക്കണ്ട, ഇത് ഇങ്ങോട്ട് കൊടുത്തിട്ട് ആക്ടേഴ്സ്. ആക്ടേഴ്സ് എന്ന് പറയുന്നത് സെയിം ആസ് എന്താ പറയുന്നത്, നമ്മുടെ എക്സ്റ്റേണൽ എൻറ്റിറ്റി തന്നെ ആക്ടേഴ്സ്. ഈ എംപ്ലോയി ആണ് ആക്ച്വലി ഇവിടെ ആക്ടർ. എംപ്ലോയി. പിന്നെ ഡേറ്റ സ്റ്റോർ. ഡേറ്റ സ്റ്റോർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഡേറ്റാ ബേസ്, അതർവൈസ് ഇറ്റ് ഇസ് എ ഫയൽ. ബുക്ക് ഡീറ്റെയിൽ കൊടുത്തു, അതിന് ലേബൽ കൊടുത്തു. ഡേറ്റ സ്റ്റോർ. ഡേറ്റ സ്റ്റോർ ലൈബ്രറി ഡേറ്റാബേസ് ആണ്. ഇത് ബുക്സ് ഡീറ്റെയിൽസ് എൻ്റർ ഡേറ്റ ലൈബ്രറി ഡേറ്റാബേസ്. എന്നിട്ട് ഈ ബുക്സ് ഡീറ്റെയിൽസ് ലൈബ്രറി ഡേറ്റാബേസിൽ നിന്ന് പുറത്തേക്ക് പോകും. This is a data store. ഇത് സെയിൽസ് ഡീറ്റെയിൽസ് കൊടുത്തു, സെയിൽസ് ഡേറ്റാബേസ് കൊടുത്തു, ആവറേജ് സെയിൽസ് കൊടുത്തു, ആവറേജ് സെയിൽസ്. ഇത് ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റിയിൽ നിന്ന് വരുന്നതാണ്. ഇത് വന്നിട്ട് ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദിസ് ഡേറ്റാബേസ്. എന്നിട്ട് ആവറേജ് സെയിൽസ് കണ്ടിട്ട് ആവറേജ് സെയിൽസ് ഇതിലേക്ക് കൊണ്ടുപോകും.
constraint, employee database, calculate incentive, department calculate increment, control flow, ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടെ നമ്മൾ കണ്ടത്. ഇവിടെ നോക്കാം, ലെവൽ 0 ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിൻ ഡീറ്റെയിൽസ് ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. അവിടെ നിന്നൊരു റെസ്പോൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നു. ഇത് ടോപ്പ് ലെയർ, അബ്സ്ട്രാക്ഷൻ ലെയർ മാത്രം കൊടുത്തിരിക്കുകയാണ്. ലെവൽ 1, ലെവൽ 1ൽ ഇവിടെ എല്ലാ ഇതിലും നേരത്തെ കസ്റ്റമർ വന്ന് അഡ്മിനിസ്ട്രേറ്റർ വന്ന് ഓൺലൈൻ ഷോപ്പിംഗ് ഇങ്ങനെ സിസ്റ്റം കൊടുത്തു. കസ്റ്റമർ ഡീറ്റെയിൽസ് കസ്റ്റമർ എൻ്റർ ചെയ്യുന്ന പോലെ കാണും. ഇനി കസ്റ്റമർ വരുന്നു, രജിസ്റ്റർ ചെയ്യും, അതുപോലെ തന്നെ ലോഗിൻ ചെയ്യും, അക്കൗണ്ട് മാനേജ് ചെയ്യും. ഇവിടെ നിന്ന് ഡേറ്റാബേസിൽ നിന്ന് പർച്ചേസ് ഐറ്റം കൊടുക്കുന്നു, പേയ്മെന്റ് അവിടെ കൊടുക്കുന്നു. ഇതായിട്ട് ലെവൽ 1 ആയി. അതുപോലെ തന്നെ അതിന്റെ വേറൊരു ഫംഗ്ഷൻ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുന്നു. ലെവൽ 2 കൊടുക്കുന്നു. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വ്യൂ അക്കൗണ്ട് എടുത്തിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരും ലെവൽ 2. ലെവൽ 3യിൽ വരുമ്പോഴത്തേന് അതിലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരും. ഇത് നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ലെവൽ 2 ലെവൽ 3 ഇതാണ് പറഞ്ഞത് ഫങ്ഷണൽ വേഴ്സസ് ഒബ്ജക്റ്റ് വേഴ്സസ് ഡൈനാമിക് ഇതെന്ന് പറയും. അതായത് ഒബ്ജക്റ്റ് മോഡലുണ്ട്, അതുപോലെ തന്നെ ഡൈനാമിക് മോഡലുണ്ട്, ഫങ്ഷണൽ മോഡൽ. അപ്പം ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫങ്ഷണൽ മോഡൽ, ഡൈനാമിക് മോഡൽ പറയാം. ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഷോ ദ സ്റ്റാറ്റിക് ആസ്പെക്ട് ഓഫ് ദ സോഫ്റ്റ്വെയർ സിസ്റ്റം. അതുപോലെ ഡൈനാമിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഷോ ദ കൺട്രോൾ ആസ്പെക്ട്. അതുപോലെ ഫങ്ഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഡെപിക്ട് ദ ഫങ്ഷണൽ ആസ്പെക്ട്. അപ്പം ഇത്ര കാര്യങ്ങളാണ് നമുക്ക് മൊത്തമായപ്പോൾ ഇത് വേണ്ടി ഒന്നുകൂടെ സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ നോക്കിയ രണ്ടെണ്ണം ഡേറ്റ ഫ്ലോ ഡയഗ്രാമും. ഡേറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ മോഡൽ. ഫങ്ഷണൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് പിന്നെ ഫങ്ഷൻസിന് എന്താ പറയണ്ടേ, നമ്മുടെ പ്രോജക്റ്റിലെ ഫങ്ഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ സിമ്പിൾസ് ഉണ്ട്. എക്സ്റ്റേണൽ എൻറ്റിറ്റിക്ക് കുറെ സിമ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ പ്രോസസ്സിങ്ങിന് സിമ്പിൾ ഉണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞ പല ലെവൽസ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അതാണ് ഫങ്ഷണൽ മോഡൽ. മറ്റൊന്നാണ് ഡൈനാമിക് മോഡൽ. ഈ ഡൈനാമിക് മോഡലിംഗ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഫങ്ഷണൽ മോഡലിംഗ് വരുന്നത്. ഡൈനാമിക് മോഡലൊക്കെ കഴിയുമ്പോഴത്തേന് ഓൾമോസ്റ്റ് ആ പ്രോജക്റ്റിന്റെ എല്ലാ ഇതും കഴിഞ്ഞു. അപ്പം ഡൈനാമിക് മോഡൽ വരുന്നതിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആർക്കിടെക്ചർ മോഡൽ ഒന്ന് പറഞ്ഞിട്ട് ഡൈനാമിക് മോഡലിലേക്ക് വരുന്നതിനാണെന്ന് നമുക്ക് അതിന്റെ ആർക്കിടെക്ചർ മോഡലിംഗ് എന്ന് പറയുമ്പോഴത്തേന് ആക്ച്വലി അതിനകത്ത് ഇന്ററാക്ഷൻ ഡയഗ്രാം ഉണ്ട്, ഇന്ററാക്ഷൻ പിന്നെ ആക്ഷൻ ഡയഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ സീക്വൻസ് ഉണ്ട്, കൊളാബറേഷൻ, യൂസ് കേസ്. കാരണം ഈ സ്ട്രക്ചറിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന ആർക്കിടെക്ചറിന് മുമ്പുള്ള ഡയഗ്രാമിലൊക്കെ അതിന്റെ സ്റ്റാറ്റിക് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളി ദ ക്ലാസസ്, പിന്നെ അതുപോലെ തന്നെ ക്ലാസസ് ഷെയർ ചെയ്യുന്ന മെസ്സേജസ്, കണക്ഷൻസ്, ഇത്രയുണ്ടായിരുന്നു. ഇന്ററാക്ഷൻ ആണ്. ഇന്ററാക്ഷനിൽ പോലും മെസ്സേജ് പാസിംഗ് കാര്യമായിട്ട് വരുന്നില്ല. അല്ല, മെസ്സേജ് പാസിംഗ് ഈവൻ ജനറേഷൻ വരുന്നില്ല. ഇന്ററാക്ഷൻ ഡയഗ്രാംസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോജക്റ്റിന്റെ കോർ. ഇന്ററാക്ഷൻ ഡയഗ്രാം വരുന്നത്, ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് നമ്മളുടെ ഇന്ററാക്ഷൻ ആണ് നമ്മുടെ എന്താ പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ ഒരു ബേസിക് ഫംഗ്ഷൻ. അപ്പം ഇന്ററാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇന്ററാക്ഷൻ ഡയഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ ആക്ടിവിറ്റി ഡയഗ്രാം. ആക്ടിവിറ്റി ഡയഗ്രാമിൽ ക്ലാസസിനോട് ചേർന്നുള്ള
മെസ്സേജസും അതുപോലത്തെ കണക്ഷനും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ യൂസ് കേസ് ആക്ടിവിറ്റി തന്നെ സീക്വൻസ് ഡയഗ്രാമും കൊളാബറേഷൻ ഡയഗ്രാമും. ഇപ്പൊ നിങ്ങൾക്കറിയാം സീക്വൻസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്, കൊളാബറേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അറ്റ് എ സ്റ്റേജിൽ സിസ്റ്റം എന്തായിരുന്നു അതെന്താണ് കൊളാബറേഷൻ ഡയഗ്രാം. അപ്പോഴേ കൊളാബറേഷൻ കൊളാബറേഷൻ ഡയഗ്രാം ഇത്രയും കാര്യങ്ങൾ അവിടെ വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഒരു സിസ്റ്റം തന്നെ ഒരു കോളേജിന്റെ സിസ്റ്റം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബേസ് ആയിട്ട് ഒരു കോളേജ് ക്ലാസ് ഉണ്ട്, ആ കോളേജിന്റെ ഡേവിഡ് ക്ലാസ് ആയിട്ട് സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയെല്ലാം ഉണ്ട്, അതിന് കാര്യമുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് അതിനകത്ത് നിങ്ങൾ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെന്റ് ചെയ്യും. ഈ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞാൽ പല പ്രോബ്ലംസ് അതിനകത്തുണ്ട്. അതൊക്കെ ഇന്നലെ നമ്മൾ ഇവർ കണ്ടതാണ്. അതിനി അടുത്ത ടോപ്പിക്കിൽ ഒന്നുകൂടെ പറയേണ്ടി വരും. അതായത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, അങ്ങനത്തെ ഇൻഹെറിറ്റൻസ് വരുമ്പം അതാത് പോർഷനുകൾ പ്രോബ്ലംസ് ഉണ്ട്. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ക്ലാസ്സുകളെ ഐഡന്റിഫൈ ചെയ്ത് ഇൻഹെറിറ്റൻസ് ഉണ്ടോ എന്ന് നോക്കും, ജനറലൈസേഷൻ നോക്കും, അതുപോലെ തന്നെ എന്താ പറയുക അഗ്രിഗേഷൻ. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് സിസ്റ്റം ഒന്ന് സെറ്റപ്പ് ആക്കി ഫിസിക്കൽ ഇതും കൂടെ കൊടുക്കും. ഫിസിക്കൽ എന്ന് പറയാൻ നമുക്കറിയാം കമ്പോണന്റ് ഉണ്ട്, നോഡ് ഉണ്ട്, ഇന്റർഫേസ്. ഫങ്ഷണൽ മോഡലിംഗ് അല്ല ഫങ്ഷണൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജിങ്ങിന്റെ ഈവന്റിന്റെ ആവശ്യം. ഈവന്റ് എന്ന് പറഞ്ഞാൽ ഈവന്റ് എന്ന് പറയുന്നത് ഒരു ട്രിഗർ ചെയ്യപ്പെടുന്ന ഒരു ഫിനോമിന. ഇവന്റ് ട്രിഗർ ചെയ്യപ്പെടുന്നത് ഇപ്പം ഒരു ലിസ്റ്റ് ബോക്സ് ഐറ്റം സ്റ്റേറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഐറ്റം ഈവന്റ് എന്ന് പറയുന്ന ഒരു ഈവന്റ് ഈ ലിസ്റ്റ് ബോക്സ് കൊണ്ട് കണക്ട്. അപ്പൊ ലിസ്റ്റ് ബോക്സിന്റെ ഐറ്റം സ്റ്റേറ്റ് ചേഞ്ചിനകത്ത് ഐറ്റം ഈവന്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഈ ഐറ്റം ഈവന്റ് എന്ന് പറയുന്നതിനെ ഐറ്റം ഈവന്റ് എന്ന് പറയുന്നത് ഗെറ്റ് സെലക്ടഡ് ഐറ്റം എന്ന് പറഞ്ഞൊരു ഇതിനെ ജനറേറ്റ് ചെയ്യും. അത് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം പ്രോഗ്രാമർ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രാമർ എഴുതി കൊടുക്കുന്ന ആ മെസ്സേജ് ഈ എന്നിട്ട് ഈ ഈവന്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഈവന്റ് വരുന്നിടം വരെ എന്ത് ചെയ്യും, ആ വാല്യൂ നിൽക്കും. അതാണിത്, ആ ടൈം ഡ്യൂറേഷനിൽ നിൽക്കും എന്ന് പറയാൻ കാര്യമാണ്. അടുത്തൊരു ഈവന്റ് വരുന്നിടം വരെ ആ ടൈം ഡ്യൂറേഷനിൽ നിൽക്കും. ഇനി നമുക്ക് ആ കണ്ട എന്താ പറയുക ലൈൻ വരച്ച ആ പ്രോഗ്രാം പാക്കേജിങ് കാര്യം. അതായത് നമ്മൾ അതിനകത്ത് ഇമ്പോർട്ട് ചെയ്തു, ഇന്റർഫേസ് ഇമ്പോർട്ട് ചെയ്തു, ഇന്റർഫേസിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഏതായിരുന്നു ആക്ഷൻ ലിസണർ എന്ന് പറഞ്ഞ ഇന്റർഫേസിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. ആക്ഷൻ ലിസണർ ദർ ഇസ് ആൻ അബ്സ്ട്രാക്ട് മെത്തേഡ് ആക്ഷൻ പെർഫോമർ ഉണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ ഈവന്റ് ഇതിനോട് ചേർന്നിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് ആപ്ലെറ്റ് എന്ന് പറയുന്ന കണ്ടെയ്നറെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് java.applet.star എന്ന് പറഞ്ഞൊരു പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് java.awt. Then we have imported java.awt. അപ്പം ആപ്ലെറ്റ് എന്ന് പറയുന്നതിനെ ഇമ്പോർട്ട് ചെയ്ത് ക്രിയേറ്റഡ് ദ കണ്ടെയ്നർ. AWT എന്നുള്ളതിനെ ഇമ്പോർട്ട് ചെയ്ത് we have created controls like button, checkbox. പിന്നെ AWT.event എന്ന് പറഞ്ഞിട്ടുണ്ട് ആഡ് ആക്ഷൻ ലിസണറും ആഡ് ഐറ്റം ലിസണറും കാര്യം കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിൽ we have implemented action listener. Action listener is an interface which have an abstract method for the action. അപ്പൊ ഇത്രയും ഇങ്ങനെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇനീറ്റ് എന്ന മെത്തേഡിൽ കൂടെ ഇനീഷ്യലൈസ് ചെയ്തു. ദിസ് ഇനീറ്റ് ഈസ് എ മെത്തേഡ് ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ദി പാക്കേജ് അപ്ഡേറ്റ്. ഇനീറ്റിൽ വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ട് ഈ വരുന്ന ഈവന്റിനെ അതിന് ക്ലിയർ ചെയ്യാൻ പാകത്തിന് ഇതിനോട് ചേർന്ന് ആക്ഷൻ ലിസണറും ഐറ്റം ലിസണറും എല്ലാം ആഡ് ചെയ്യും. അതൊരു പക്ഷേ ലിസ്റ്റിനോട് ചേർന്ന് ഇതിലോട്ട് ആഡ് ഐറ്റം ലിസണർ, അതേനോട് ചേർന്ന് ആഡ് ആക്ഷൻ ലിസണർ. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെയെല്ലാം ഐഡന്റിഫൈ ചെയ്ത് സെറ്റപ്പ് ആക്കി എന്നിട്ട് നമ്മൾ ആക്ഷൻ പെർഫോമർ എന്ന് പറയുന്നത് ആക്ഷൻ ലിസണർ
ആക്ഷൻ ലിസണിൽ നിന്ന് ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്ന മെത്തേഡ് എടുത്തു കഴിഞ്ഞിട്ട് ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മൾ എന്ത് കൊടുത്തു? ആക്ഷൻ ഈവന്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ ആക്ഷൻ ഈവന്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡിനെ കൊടുത്തു. അതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. ഈ ആക്ഷൻ ഈവന്റ് എന്ന് പറയുന്ന മെത്തേഡ് ആക്ഷൻ പെർഫോമിനകത്തെ ആക്ഷൻ പെർഫോമർ എന്ന് പറയുന്ന ആക്ഷൻ ലിസണിൽ നിൽക്കുന്ന മെത്തേഡിലുള്ള ആർഗ്യുമെന്റ് ആണ് ആക്ഷൻ. ഇനി ആക്ഷൻ പെർഫോമിൽ വി ഹാവ് ടു റൈറ്റ് സംതിങ്. അതുകൊണ്ട് അതർവൈസ് അവർ ക്ലാസ് എക്സ്ട്രാ ക്ലാസിന്റെ പ്രശ്നം എന്താ? ദാറ്റ് ക്ലാസ് കനോട്ട് ഡിക്ലെയർ an object. അപ്പം if e dot get source is equal to this, if e dot get source is equal to this എന്ന് നമ്മൾ കൊടുത്തപ്പോൾ ഗെറ്റ് സോഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ബട്ടൺ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈ ബട്ടൺ ആണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ ബട്ടൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന മെസ്സേജ് അയക്കാം. ഈ പറയുന്ന മെസ്സേജ് അയക്കാം ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവന്റ് എന്ന് പറയുന്നതുമായിട്ട് നമ്മൾ കണ്ടത്. അപ്പം നിങ്ങൾ വായിക്കുന്ന സമയത്ത് ആ പ്രോഗ്രാംസ് ഒന്നുകൂടൊന്ന് നോക്കും. പ്രോഗ്രാംസ് എന്താണെന്ന് വെച്ചാൽ ആ പ്രോഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രോഗ്രാംസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തിയറി നമുക്ക് എളുപ്പമാകും. തിയറിക്കകത്ത് വലിയൊരു പ്രോബ്ലം വരികയില്ല. അതായത് ആക്ഷൻ ലിസണർ, ഐറ്റം ലിസണർ, ഇങ്ങനെയുള്ള പ്രോഗ്രാംസിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടാകും. നമുക്ക് ആ DFT ഒന്നുകൂടെ DFTയുടെ സിമ്പിൾസും ഒക്കെ ഒന്നുകൂടെ ഒന്ന് DFTയിലെ കുറെ സിമ്പിൾസ് ആണ്. ഇതെല്ലാ സിമ്പിൾസും ഇതിന് പല ഏതായാലും ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സിമ്പിൾസ് ഇതൊക്കെയാണ്. ഈ സിമ്പിൾസ് അല്ലാതെ മറ്റ് സിമ്പിൾസ് യൂസ് ചെയ്യാനുണ്ട്. പ്രോസസ്സ്, സ്റ്റേറ്റ്, സ്റ്റാർട്ട് സ്റ്റേറ്റ്, സ്റ്റോപ്പ് സ്റ്റേറ്റ്, ഒബ്ജക്റ്റ്, ഇങ്ങനെ ഇതാണ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് തന്നെയാണ് ശരിക്കും ഉള്ള ഡയഗ്രാമിൽ പറഞ്ഞിരിക്കുന്നത് ആക്ടർ. ഇത് ഒരു ഡേറ്റ ഫ്ലോ ഡയഗ്രാമിന്റെ മറ്റ് ചില ഇതുകളാണ്. എക്സ്റ്റേണൽ എന്റിറ്റി എന്ന് പല നൊട്ടേഷൻ പറഞ്ഞിരിക്കുകയാണ്. ഈ എക്സ്റ്റേണൽ എന്റിറ്റിയെ ഇവിടെ കാണിച്ചിരിക്കുന്ന ആക്ടറായി ഇവിടെ ഈ പറഞ്ഞ പോലെ ഇത് കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ പ്രോസസ്സിനെ ഇവിടെ ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ അല്ലാതെ ഇങ്ങനെയും ഒക്കെ കാണിക്കാം. അതുപോലെ തന്നെ സ്റ്റോറിനെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ സ്റ്റോർ, ഫ്ലോയെ, പിന്നെ അഡീഷണൽ സിമ്പിൾസ് പറയണം. ഇത്രയും കാര്യം. പിന്നെ നമ്മൾ സീറോ ലെവൽ DFTയിൽ പാസഞ്ചർ ക്യാൻസലേഷൻ കൊടുക്കുന്നു, റെയിൽവേ റിസർവേഷൻ, അതുപോലെ തന്നെ ടിക്കറ്റ് ഇൻഫോ കൊടുക്കുന്നു, കപ്പാന്റെ ട്രെയിൻ ഇൻഫോ ഉണ്ട്, റിസർവ് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു, ഇങ്ങനെ സീറോ ലെവലിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ആ റിസർവേഷൻ പ്രോസസ്സിനെ കൂടുതൽ ജനറായിട്ട് കൊടുക്കും. ടിക്കറ്റ് ജനറേഷൻ പ്രോസസ് ഉണ്ട്, പാസഞ്ചർ റിസർവേഷൻ പ്രോസസ് നടക്കുന്നു, ടിക്കറ്റ് ജനറേറ്റ് ചെയ്യും, അഡ്മിന് റിപ്പോർട്ട് കൊടുക്കുന്നു, അല്ലെ? അതുപോലെ തന്നെ പാസഞ്ചർ എൻക്വയറി കൊടുക്കുന്നു, എന്നിട്ട് അതെങ്ങനെ സ്റ്റോറേജിന് എടുക്കുന്നു, എൻക്വയറി കൊടുത്തു കഴിഞ്ഞ റിസർവേഷൻ പ്രോസസ് ചെയ്യുന്നു. ഇങ്ങനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പിന്നെ ക്വറി പ്രോസസ് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, റിസർവേഷൻ പ്രോസസ്, സെർച്ചിങ്, കൺഫർമേഷൻ, ഇങ്ങനെ കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി
കസ്റ്റമർ രജിസ്ട്രേഷൻ, പ്രോഡക്റ്റ് ഓർഡർ കാര്യങ്ങൾ വരും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർക്കുക. ക്ലാസ് ഡയഗ്രാം വരയ്ക്കുന്നതും കൂടെ ഇത് നിങ്ങൾ ഈ DFTയുടെ ഇത് വരുന്ന സമയത്ത് യൂസ് കേസ് ഡയഗ്രാം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു. യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഇപ്പൊ DFT നമ്മൾ കാണിച്ച എക്സ്റ്റേണൽ എൻറ്റിറ്റിയാണ്. എക്സ്റ്റേണൽ എൻറ്റിറ്റി എന്ന് പറയുന്ന സാധനത്തിനെ യൂസ് കേസിന്റെ ആക്ടർ, എന്നിട്ട് യൂസ് കേസിലും ഇത് ഡൈനാമിക് ബിഹേവിയർ തന്നെയാണ് യൂസ് കേസിൽ കാണിക്കുന്നത്. ഇവിടെ കാറ്റലോഗ് ബ്രൗസിംഗ് അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കും. അപ്പൊ നിങ്ങൾ ആ DFTയുടെ നോക്കുന്ന സമയത്ത് ആക്ടിവിറ്റി ഡയഗ്രാമില് ഇനീഷ്യൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ്, ഗാർഡ്, വർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് DFTയുടെ സമയത്തും DFT വരയ്ക്കുമ്പോഴും ആക്ടിവിറ്റി ഡയഗ്രാം വരയ്ക്കുമ്പോഴും ഇത് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ശ്രദ്ധിച്ചോണം. DFT എന്ന് പറഞ്ഞാൽ അത് ഡേറ്റ ഫ്ലോ മാത്രം. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ആക്ഷൻ ആണ്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏതാണ് ചോദിക്കുന്നത്? ആക്ടിവിറ്റി ഡയഗ്രാം ആണ് അതോ DFT ഡയഗ്രാം ആണ് ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് സിമ്പിൾസ് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഡയഗ്രാം ആണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരയ്ക്കാൻ പോകുന്നത് DFT ഡയഗ്രാം. അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ അതിന്റെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിലെ ആ സ്റ്റേറ്റുകൾ, ഇതിനകത്ത് വരുന്ന ആ സ്റ്റേറ്റുകളെല്ലാം